بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. قال الله عز وجل: من عادى لي وليا فقد آذنته بالحرب. شفيعنا رسول الله. يا خير من دفينت بالقاء يعلمه فطاب من طيبهن الكاه واللكام. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي لم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരും ബഹുമാന്യനുമായ നമ്മുടെ അനുഗ്രഹീത സംഗമത്തിന്റെ സഭാധ്യക്ഷൻ ആദരണീയനായ അഷ്റഫ് സാഹിബ്, നമ്മുടെ മഹത്തായ പരിപാടി ആധികാരികമായി ഔപചാരികമായി പ്രൗഢമായ നിലക്ക് ഉദ്ഘാടനം ചെയ്തു തന്ന അനുഗ്രഹീത പ്രഭാഷകനും യുവ പണ്ഡിതരും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സമുന്നത സാരഥിയും മാടന്നൂർ ഇസ്ലാമിക് അക്കാദമിയുടെ പ്രഗത്ഭനായ പ്രിൻസിപ്പൽ, എൻ്റെ അഭിമന്യരായ സുഹൃത്തും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അഡ്വക്കേറ്റ് ഹനീഫ് ഹുദവി, നമ്മുടെ മാതാ പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം ആശംസിച്ച എൻ്റെ ആദരണീയരായ സ്നേഹിതരും നമ്മുടെ നാടിന്റെ സ്വകാര്യ അലങ്കാരവും നമ്മുടെ വഴി മാർഗദർശിയും കൂടിയായിട്ടുള്ള ബഹുമാന്യരായ ഉസ്താദ് ബഹുമാനപ്പെട്ട ഉമർ ദാരിമി സാൽമറ, പേര് പറയപ്പെടേണ്ട, എല്ലാം കൊണ്ട് പറയപ്പെടേണ്ട ഒരുപാട് മഹൽ നേതൃത്വം, മഹൽ നേതാക്കൾ വേദിയിലുണ്ട്. സമയത്തിന്റെ അഭാവം മനസ്സിലാക്കി, പരിമിതിയും പരാതിയും മനസ്സിലാക്കി ചുരുക്കുന്നു വേദിയിലിരിക്കുന്ന നേതാക്കളെ, പണ്ഡിത മാത്തുക്കളെ, സദസ്സിലിരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങള്, നമ്മുടെ ഈ നല്ല പരിപാടി നല്ല നിലക്ക് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന നല്ലവരായ ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ, അല്ലാഹു റബ്ബുൽ തആല നാം ഈ ഒരുമിച്ച് കൂടിയതിനേക്കാളേറെ ഭംഗിയായി നമ്മെയും നാമുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട എല്ലാവരെയും ഈ മഹത്തായ പരിപാടിയിൽ പ്രത്യേകിച്ചും ദ്വാരക്കണമെന്ന് വസിയത്ത് പറഞ്ഞിട്ടുള്ളവരെയും അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാരാകട്ടെ. കാരുണ്യവാനായ റബ്ബ്, കരുണക്കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹഖ് ജാഹു ബർക്കത്തുകൊണ്ട് ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന മഹാന്മാരായിട്ടുള്ള മഹത്തുക്കളായിട്ടുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, മശായിഖുമാരുടെ ബർക്കത്തുകൊണ്ട് സാധുക്കളായ നമുക്കും ഈ പറയപ്പെട്ട എല്ലാവർക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അവന്റെ പൊരുത്തത്തിലും അവന്റെ താഴത്തിലും അവന്റെ ഇബാദത്തിലും ഇൽമുൻ നാഫിന്റെ ഖിദ്മത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനിലുമായി ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. മഹാന്മാരായിട്ടുള്ള അള്ളാഹു അനുഗ്രഹിച്ച് ആദരിച്ച വ്യക്തിത്വങ്ങളെ അറിയിക്കുന്ന രീതിയിൽ ആദരിക്കാനും അവരോട് നല്ല നിലക്കുള്ള സുഹബത്ത് വെച്ച് പുലർത്താനും അവരോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്ത് തൗഫീഖ് നൽകുമാരാകട്ടെ. ബഹുമാനികളെ, ആമുഖം നീട്ടുന്നില്ല. നമ്മുടെ ഈ മാതായ പരിപാടിയുടെ അവസാനത്തിൽ ഇൻഷാ അല്ലാഹ് മഹാനരായ തങ്ങളവറുകളുടെ ആത്മീയ ഉപദേശവും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുപ്രാർത്ഥനയും എല്ലാം നടക്കാനുള്ളത് കൊണ്ട് ഞാൻ നേരെ വിഷയത്തിലേക്ക് തന്നെ കിടക്കുകയാണ്.
അൽഹംദുലില്ലാഹ് നമ്മുടെ ശംസുൽ ഉലമാ ദഅവ സംഘവും അതുപോലെ തന്നെ SKSF ശാഖാ കമ്മിറ്റിയും പള്ളത്തൂറിന്റെ ശാഖാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ശംസുൽ ഉലമാ അടക്കമുള്ള മഹാന്മാരുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ചും അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ചുള്ള ഒരു ധന്യമായ സദസ്സിലാണ്, ഒരു അനുഗ്രഹീത നിമിഷത്തിലാണ്, ഒരു വൈജ്ഞാനികമായ ഒരു വേളയിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. എല്ലാം കൊണ്ടും അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന ഒരു സംഗമം. പറഞ്ഞാലും തീരാത്ത, എണ്ണിയാൽ കണക്കാക്കാൻ പറ്റാത്ത നിലക്കുള്ള പ്രതിഫലങ്ങൾ നമ്മളിലേക്ക് ചൊരിയപ്പെടുന്ന, നമ്മളിലേക്ക് നൽകപ്പെടുന്ന ഒരു അനുഗ്രഹീത സംഗമം. ദ്വാരന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആവശ്യങ്ങൾ എന്തും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ഉത്തരം ലഭിക്കുമെന്ന്, ഉത്തരം നൽകപ്പെടുമെന്ന് പറയപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ ഇൽമിന്റെ മജ്ലിസാണെന്ന് പറഞ്ഞിട്ടുള്ള ധന്യമായ മതവിജ്ഞാന സദസ്സ്. മഹാന്മാരായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ, പ്രത്യേകിച്ച് ആദരണീയരായ ഉമർ ദാരിമി ഉസ്താദിന്റെ, ബഹുമാന്യരായ അഡ്വക്കേറ്റ് ഉസ്താദ് അവറുകളുടെ, ഉദവി ഉസ്താദ് അവറുകളുടെ നല്ല വിലപ്പുള്ള, നല്ല പ്രൗഢമായ, അർത്ഥഗർഭമായ ഒരു ഉപദേശം കേട്ട് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്ന നിങ്ങളോട് ഇനി നീണ്ടൊരു പ്രഭാഷണം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഏതായാലും പറയാതിരിക്കാൻ വഴിയില്ലല്ലോ. നമ്മൾ അല്ലാഹുവിന്റെ ലോകത്ത് ജീവിക്കുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർന്നുപോയി എന്നാരും ധരിക്കേണ്ടതില്ല. ആ വിശ്വാസക്കാരല്ല നമ്മൾ. നമ്മുടെ വിശ്വാസം മരണം കൊണ്ട് ആരംഭിക്കുകയാണ്. യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണം കൊണ്ട് തുടക്കം കുറിക്കുകയാണ്. ഗർഭാശയം വിട്ടതു മുതൽ സഫറാണ്, ഗർഭാശയം വിട്ടതു മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദരാ ഖബറാണ്. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ആ നിമിഷം മുതൽ നമ്മൾ യാത്ര ആരംഭിച്ചു. അന്ന് തുടക്കം കുറിച്ച ഈ യാത്രയ്ക്ക് ഇനി അവസാനമില്ല. ചെന്നവസാനിക്കുന്നത് ഒന്നിക്കിലോ അനുഗ്രഹീതമായ സ്വർഗത്തോപ്പിൽ, അല്ലെങ്കിൽ അത്തിയാളുന്ന നരകത്തിന്റെ യാഗാത ഗർത്തത്തിൽ പടച്ചറബ് നമ്മെ കാക്കുമാരാകട്ടെ. ആ പരമമായ ലക്ഷ്യത്തോടെ ജീവിക്കുന്ന നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും, ആരെപ്പോലെ ജീവിക്കണമെന്നും, ആരെയാണ് റോൾ മോഡലാക്കേണ്ടതെന്നൊക്കെ പടച്ച തമ്പുരാൻ സാധുക്കളെ നമുക്ക് പഠിപ്പിച്ചു. അതിൽ പ്രത്യേകം പറയപ്പെട്ട മഹാന്മാരാണ് നമ്മുടെ വഴികാട്ടികളായി, നമ്മുടെ മാതൃകാ വ്യക്തിത്വങ്ങളായി, അള്ളാഹുവിന്റെ ലോകത്ത് അള്ളാഹുവിനെ അറിയാനുള്ള മാധ്യമമായി പടച്ച തമ്പുരാൻ നമ്മളിലേക്ക് പരിചയപ്പെടുത്തി തന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. ഔലിയാക്കന്മാർ ആരാണ്, എന്താണ് എന്നൊക്കെ കൂടുതൽ വിസ്തരിച്ച് ബയാനാക്കേണ്ട, അതല്ലെങ്കിൽ ഒന്നും പറയേണ്ട ഒരാവശ്യമില്ല. എന്നാലും നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ്. ശംസുൽ ഉലമയെ പറ്റി സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹിതമായ ഇലാഹിയായ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത, മൺമറഞ്ഞു പോയ, അതല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അതിന്റെ നേതാക്കളായ ഔലിയാക്കന്മാരെ പറ്റി, അതല്ലെങ്കിൽ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മഹാന്മാരെ പറ്റി, ആരാണ് അവർ, എന്തായിരുന്നു അവരുടെ ജീവിതം എന്നൊക്കെ നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണം. കാരണം നമ്മുടെ മാതൃക വരാം. നമ്മൾ പോകേണ്ടത് അവർ പോയ വഴിയെ, നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത് അവർ ചെയ്ത കാര്യങ്ങൾ. നമ്മൾ നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടേണ്ടത് അവരുടെ ചാരത്ത്. അവരറിയാതെ കണ്ട് നമുക്ക് പറ്റില്ല. നമുക്കായിട്ടൊരു ഇസ്ലാം ഇല്ല. അവരെന്താണോ കാണിച്ചു തന്നത് അതാണ് ഇസ്ലാം. അവരെന്താണോ പ്രവർത്തിച്ചു തന്നത് അതാണ് ഇസ്ലാം. അവരെന്താണോ ചെയ്തു പോയത് അതാണ് ഇസ്ലാം. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വാലിഹീങ്ങളാകണമെങ്കിൽ ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, നിങ്ങൾ സ്വാലിഹീങ്ങളാകണോ, നിങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ട മഹാന്മാരാകണോ, അവന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാകണോ എങ്കിൽ ഇല്ലാ ബിമാ സലബിഹി അവ്വലുഹാ, മുൻഗാമികളായ നല്ല മഹാന്മാരുടെ വഴി പിന്തുടരാതെ, ആ മഹാന്മാർ ചെയ്തു പോയിട്ടുള്ള ആചാരങ്ങൾ പിന്തുടരാതെ, അവരുടെ വിശ്വാസധാര അനുസരിക്കാതെ, ആ പാരമ്പര്യം സ്വീകരിക്കാതെ, ആ പൈതൃകം പിൻപറ്റാതെ നിങ്ങളെ കൊണ്ട് സ്വാലിഹീങ്ങളാകാൻ കഴിയില്ല. സ്വാലിഹീങ്ങളാകണമെങ്കിൽ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പൊ ആരാണ് മുൻഗാമികൾ, എന്തായിരുന്നു അവരുടെ വഴി, ആരായിരുന്നു അവർ, പഠിക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ പരിമിതമായ എണ്ണത്തിലുള്ളവരല്ലോ. പ്രവാചകന്മാരാകുന്ന ശ്രേഷ്ഠരായ മഹാന്മാർ, അള്ളാഹുവിന്റെ ലോകത്തുള്ള സൃഷ്ടികളിൽ ഉത്കൃഷ്ടരായിട്ടുള്ള, ഉന്നതരിൽ മഹോന്നതരായിട്ടുള്ള പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അവർ പരിമിതപ്പെടുത്തപ്പെട്ടവരാണ്. 1.25 ലക്ഷത്തോളം നബിമാരാണ് ലോകത്ത് കഴിഞ്ഞു പോയത്.
ആ പ്രവാചക ശൃംഖലക്ക് നീണ്ട 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക പരമ്പരക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് മുസ്തഫായ റസൂലുള്ളാഹി സദസ് കാണുമ്പോൾ ബാർബർ അറിയാത്ത ബാർബർ മുടി വെട്ടിയ മാതിരിയാണ് ഉള്ളത് പറയുമ്പോ ഉമ്മാക്കും പിടിക്കാല പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല ബേജാറാന്നോ നിങ്ങൾ സന്തോഷിക്കുന്നോ നിങ്ങൾ ലൈക്ക് അടിക്കുന്നോ അല്ല എന്നെ ഡിസ്കണക്ട് ആക്കുന്നോ എന്ന് നോക്കിയിട്ടല്ലോ ഞാൻ പറയാം നിങ്ങൾ സദസ് കാണുമ്പോ കാരണം ഇത് ശംസുൽ ഉലമ കാണുന്ന മജ്ലിസ് ഇത് അത്യപ്പറ്റ ഉസ്താദ് കാണുന്ന മജ്ലിസ് 4 തരീഖത്തിന്റെയും ശൈഖാണെന്ന് ലോകം വിധി എഴുതിയ 12 ലക്ഷത്തോളം മുരീദീങ്ങളുടെ മഹാനായ ഗുരു മാന്യരായ ശൈഖുനാ മൗലാദങ്ങൾ കാണുന്ന സദസ് ഇന്ത്യയുടെ സുൽത്താനായി ഇന്ത്യയുടെ രാജാവായി മുസ്തഫായ നബി തങ്ങൾ ഈ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ച മഹാനായ ശംസുൽ മഹാനായ ഖാജാദങ്ങൾ കാണുന്ന സദസ് അജ്മീർ ഖാജാദങ്ങൾ കാണുന്ന സദസ് കാണുമല്ലോ അവര് കാണണമല്ലോ അത് ഖുർആനല്ലേ വഖുൽ യഅമലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ ഉത്തിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാകാമെന്നോവർ ആ മഹാന്മാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ആത്മീയമായ നോട്ടമുള്ള ആ മഹാന്മാരുടെ ആത്മീയമായ നേതൃത്വവും അവരുടെ നോട്ടവുമുള്ള ഈ നല്ല മജ്ലിസ് ഇതിന് ഇതിൻ്റെതായ ഒരു ആദവും ഒരു അച്ചടക്കവും ഒരു മര്യാദയുമുണ്ട് എങ്കിൽ ഈ സദസ്സിന്റെ അച്ചടക്കം എന്തറിയോ ഈ സദസ്സിന്റെ മര്യാദ എന്തറിയോ ഇതിന്റെ ബഹുമാനം എന്തറിയോ നല്ല മോമിനീങ്ങൾ മുമ്പിലേക്ക് കയറിയിരിക്കണമെന്നതാണ് കസാല മുമ്പിൽ കൊണ്ടുണ്ട് നിങ്ങൾ മുമ്പിൽ വന്നാൽ നിങ്ങൾ എനിക്ക് മുമ്പിലുള്ള ആള് പോയോ നിങ്ങൾ നോക്കണ്ട നാളെ സ്വർഗലോകത്ത് അങ്ങനെ നോക്കിയിട്ട് നിങ്ങളല്ല സ്വർഗത്തിൽ കടത്തിയില്ല ആരാണോ നന്മയിലേക്ക് മുമ്പേ പോകുന്നത് ആരാണോ നല്ല വേദികളിൽ മുമ്പേ ചാടി ഇറങ്ങിയിരിക്കുന്നത് ആരാണോ നല്ല കാര്യങ്ങളിൽ ഒന്നാമനായി എത്തിയത് അവന് നാളെ സ്വർഗലോകത്തും ഒന്നാമനാകുമെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹി ാണല്ലോ നിങ്ങള് മഹാന്മാരെ ആദരിക്കുന്നവരാണല്ലോ നിങ്ങൾ ബാക്കിലുള്ളവരെല്ലാം ഒന്ന് കയറിയിരിക്കണം മുമ്പിൽ ഒരു സീറ്റ് പോലും കാലിയാകരുത് മഹാന്മാരായ തങ്ങന്മാർ വരാനുള്ള മജ്ലിസാണ് ഇൽമിന്റെ മജ്ലിസിനോട് എത്ര കണ്ട് ഞങ്ങൾ അതവുള്ളവരായോ എത്ര കണ്ട് ബഹുമാനമുള്ളവരായോ അത്ര കണ്ട് അല്ലാഹു ഞങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ് അവർ ഇരുന്നോളും നിങ്ങൾ ഇങ്ങോട്ട് സദസ്സിനോട് അദബെന്ന് പറഞ്ഞാൽ ഉസ്താദിനോട് മാത്രമല്ലല്ലോ അല്ലേ അദബ് കാണിക്കേണ്ടത് ഉസ്താദുമാരോട് മാത്രമല്ല പെറ്റുമ്മയോട് മാത്രമല്ല ബാപ്പയോട് മാത്രമല്ല പള്ളികളോട് മദ്രസകളോട് ഇതുപോലെയുള്ള ധന്യമായ സദസ്സുകളോട് അദബാണ് ആദ്യം വേണ്ടത് പിന്നെയാണ് കർമ്മങ്ങള് പിന്നെയാണ് ഇബാദത്ത് പിന്നെയാണ് നിസ്കാരം നിലപാട് ആദ്യം ഉണ്ടാകേണ്ടത് അദബാണ് നമുക്കില്ലാതെ പോയതോ തന്നെ നിസ്കരിക്കാത്തവരാരുമില്ല പക്ഷെ ബഹുമാനിക്കണമെന്നത് അയാൾക്കറിയില്ല ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണമെന്ന് അയാൾക്കറിയില്ല കാരണം അയാളെ ധാരണ അയാൾ തന്നെയാണ് ബഹുമാന്യൻ അയാൾ തന്നെയാണ് ആദരണീയൻ അയാൾ തന്നെയാണ് ആദരിക്കപ്പെടേണ്ടവൻ എന്ന് ചിന്തിക്കുകയാണ് നമ്മളെല്ലാവരും ശരിയല്ല മഹത്തുക്കളുടെ ജീവിതം എങ്ങനെ അറിയോ തഅല്ലമുൽ അദബാ ഖബലൽ ഇൽമി പഠിക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും കർമ്മങ്ങളും രൂപങ്ങളും മസാലകളും പഠിപ്പിക്കുന്നതിന് മുമ്പ് ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് തഅല്ലമുൽ അദബാ ഖബലൽ ഇൽമി തഅല്ലമുൽ അദബാ ഖബലൽ ഇൽമി അവർ അദബായിരുന്നു ആദ്യം പഠിച്ചത് അവർ മര്യാദയായിരുന്നു ആദ്യം പഠിച്ചത് വലിയവരോട് എങ്ങനെ പെരുമാറണമെന്ന് ദീനിന്റെ ശിആറുകളോട് ഏത് നിലക്ക് ബന്ധപ്പെടണമെന്ന് ഇതുപോലെയുള്ള മജ്ലിസുകളിൽ ചെന്നാൽ അവിടെ എങ്ങനെയാണ് ഭക്തിയോടെ ഇരിക്കേണ്ടതെന്ന് തങ്ങന്മാരെ ഏത് നിലക്കാതിരിക്കണമെന്ന് ഇൽമിന്റെ ഹലകാരാകുന്ന പ്രവാചകന്മാരുടെ പിന്മുറക്കാരാകുന്ന പണ്ഡിതന്മാരെ എത്ര കണ്ട് ബഹുമാനിക്കണമെന്ന് ഉമ്മയോട് ബാപ്പയോട് ഏത് നിലക്ക് പെരുമാറണമെന്ന് പള്ളിയോട് മദ്രസകളോട് ആദരണീയ
ആദരണീയരായ വ്യക്തിത്വങ്ങളോട് ആദരിക്കപ്പെടേണ്ട സ്ഥലങ്ങളോട് ഏത് നിലക്ക് പെരുമാറണമെന്നാണ് ആദ്യമായിട്ട് അവർ പഠിച്ചത്. പിന്നെയാ ഇൽമു പഠിച്ചത്. ആദ്യമുണ്ടാകേണ്ടത് അദബ്. അതാണ് നമുക്കില്ലാതെ പോയതും കേൾക്കണോ? ശംസുൽ ഉലമ തങ്ങളുടെ ഉയർച്ച. ശംസുൽ ഉലമ മഹാനരായ ശൈഖുനാ ശംസുൽ ഉലമ അവരെ പോലെയുള്ള മഹാന്മാരൊക്കെ ലോകത്തിന്റെ ഉത്തുംഗതയിലേക്ക് ഉയർന്നു പോയത് അവർ ബഹുമാനിക്കേണ്ടവരെ നല്ലോണം ബഹുമാനിച്ചത് കൊണ്ടാണ്. ശംസുൽ ഉലമയുടെ ചരിത്രം ഇൻഷാ അല്ലാഹ് വരാങ്ങോട്ട് ഔലിയാക്കന്മാരിൽ പ്രധാനികളാണല്ലോ, വരാങ്ങോട്ട്. അപ്പൊ നമുക്ക് ആദ്യം എപ്പോഴൊരു ബഹുമാനം എല്ലാത്തിനോടും, പ്രത്യേകിച്ച് നമ്മളെ പണി എന്താ പറയുക, എവിടെ വേദന ചെന്നാലും ഉള്ള സീറ്റിന്റെ കൂട്ടത്തിൽ ബാക്കിലൊരു കസാല ഉണ്ട്, കാള് പോലും ഞങ്ങൾ സാരമില്ല. ടൂർണമെന്റ് ആണെങ്കിൽ അതിന് അധ്യക്ഷന് പ്രസിഡന്റിനുള്ള കസാല എങ്കിലും ഞാൻ പോയി. എന്തേ അത് ഡേ നൈറ്റ് മാച്ചാ? ചിരിക്കാൻ വേണ്ടി പറയല്ല. പിന്നിലിരിക്കരുത്, പിന്തിരിയരുത്. ആരാണോ നന്മകളിലേക്ക് മുന്നിട്ടിറങ്ങുന്നത്, ആരാണോ നല്ല കാര്യങ്ങളിൽ മുൻപന്തിയിലെത്തുന്നത്, അവൻ നാളെ സ്വർഗലോകത്തും എല്ലാവരെക്കാളും മുന്നിലുള്ളവനായിരിക്കുമെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത സ്വഹീഹായ ഹദീസാ. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ലോകത്ത് വന്ന 1.25 ലക്ഷത്തോളം നബിമാർ, 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ, 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ ശൃംഖലക്ക്, ആ പരമ്പരക്ക് പരിസമാപ്തി കുറിക്കപ്പെട്ടുകൊണ്ട് ലോകത്തിന്റെ അവസാനത്തെ നബിയായി, പ്രവാചകരായി, കാരുണ്യത്തിന്റെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുവല്ലോ. പൊന്നാര നബി തങ്ങൾക്ക് ശേഷം നബിയില്ല, പൊന്നാര നബി തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. ലാ നബിയ ബഅദീ, എന്റെ ശേഷം ഇനി നബിയില്ല. ആരും ആ ഒരു പോസ്റ്റുമായിട്ട് വരേണ്ടതില്ല. ശഫീഉനാ റസൂലുള്ളാഹി. ഞാനിത് പറഞ്ഞത് പ്രവാചകന്മാരുടെ എണ്ണം പരിമിതമാണ്, എണ്ണപ്പെട്ടതാ, തിട്ടമാകപ്പെട്ടതാണ്. എന്നാൽ ഔലിയാക്കന്മാർ അങ്ങനെയല്ല. വർണ്ണവർഗ ഭാഷദേശ വ്യത്യാസമില്ലാതെ കാലാതീതമായി ആദിപിതാവാകുന്ന ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്തിന്റെ അവസാന നാൾ വരെ ഇവിടെ ഔലിയാക്കന്മാരുണ്ടാകും കേട്ടോ. ഒരുപാട് കോടാനക്കോടി മഹാന്മാർ കഴിഞ്ഞുപോയി, കോടാനക്കോടി മഹാന്മാർ മരിച്ചുപോയി. എന്നാൽ അതുപോലെ തന്നെ കോടാനക്കോടി ഔലിയാക്കന്മാർ ഇന്നു ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരാനുമുണ്ട്. ഔലിയാക്കന്മാരാകുന്ന മഹാന്മാർക്ക് എണ്ണം തിട്ടമല്ല. എത്രയാണ്, ഇത്രേ ഉള്ളൂ എന്ന് പറയാനൊക്കില്ല, പാടില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിലായി അന്നു തൊട്ട് ഇന്ന് വരെ എന്നല്ല, അന്നു തൊട്ട് ലോകാവസാനം വരെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ട്. അവർ ലോകത്ത് ആദരണീയരാണ്. അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അവർ അല്ലാഹുവിന്റെ അടിമകളിൽ മഹത്തുക്കളാണ്. ആരാണ് ഔലിയാക്കള്? ആരാണ് ഔലിയാക്കൾ? നമ്മളെ ഭാഷയിൽ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആര്? അത് ഉസ്താദ് 4 പച്ച തട്ടം, പിന്നെ 6 മോതിരം, 5 വിരലിന് 6 മോതിരം, 1-ൽ 2, അത് ഏത് വിരലെന്ന് അറിയില്ല, 6 മോതിരം, ഓരോന്നിന്റെ കല്ല് തുണി കഴുക, അത്ര വലുത്. തസ്ബീന്റെ മാല കയ്യിലല്ല, കഴുത്തിൽ. ഈ കോലത്തിൽ ആരെങ്കിലും വന്ന അയാൾ ഔലിയ. ഈ കോല ഔലിയാക്കന്മാർക്ക് ഉണ്ട്, ഇല്ല ഞാൻ പറയില്ല. പക്ഷെ ഇത് മാത്രമല്ല അതിന്റെ അറിയാനുള്ള ക്വാളിഫിക്കേഷൻ. അങ്ങനെ ആരും കരുതാം ഔലിയാക്കന്മാർ തസ്ബി മാല പിടിക്കില്ലെന്നോ, തസ്ബി ചൊല്ലിട്ട് ക്ഷീണിച്ചപ്പോ ആ മാല കഴുത്തിൽ ഇടയിലാന്നോ, കയ്യിൽ നല്ല വലിപ്പമുള്ള മോതിരം ധരിക്കില്ലെന്നോ, പച്ചശാല അണിയില്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ധാരണ അതുണ്ടെങ്കിലേ വലിയാവും അല്ലേ? കഴിഞ്ഞ കൊല്ലം മുമ്പത്തെ കൊല്ലം നമ്മൾ ഈ ഭാഗത്തല്ലേ പച്ചെടുക്കത്തല്ലോ ഔലിയാനെ പിടിച്ചു അല്ലേ? പത്രത്തില് വായിച്ചല്ലോ. സുബ്ഹാനല്ലാഹ്, വർഷങ്ങളായി പലരും കൈമുത്തപ്പെട്ട വ്യക്തിയാ, പലരും അയാളെ കൈമുത്തി. എനിക്ക് ബലമായ സംശയമുണ്ട്, ഞാനും മുത്തി. കാരണം എന്റെ പള്ളിക്കാൾ 1-ലേറെ തവണ വന്നു. ഞാൻ മുത്താനൊന്നും പോയിട്ടില്ല, എന്നാലും കാണുമ്പോ
എന്തപ്പോ ഇങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട് മനസ്സിൽ, നമുക്കറിയില്ലല്ലോ. പിന്നെ നമ്മൾ ആരെ അംഗീകരിക്കുന്നില്ലെങ്കിലും ആരെയും അനാദരിക്കണം. അംഗീകരിക്കണമെന്ന് പറയില്ല, ഒരു വലിയനെ വലിയായിട്ട് അംഗീകരിക്കുക എന്ന് നിർബന്ധമല്ല. പക്ഷേ ഒരു വേള അയാൾ അങ്ങനെയാണെങ്കിൽ അയാൾ അനാദരിക്കലുകൊണ്ട്, ധിക്കരിക്കലുകൊണ്ട്, തമാശയാക്കലുകൊണ്ട് നിന്റെയും എന്റെയും ഈമാൻ നഷ്ടപ്പെടും കേട്ടോ. പ്രവാചകന്മാർ അങ്ങനെയല്ലല്ലോ, നബിമാരങ്ങനെയല്ലല്ലോ. നബിയാണോ എങ്കിൽ പിന്നെ നിഷേധിക്കാൻ പാടില്ല, അംഗീകരിച്ചേ പറ്റൂ. അംഗീകരിക്കല് നിർബന്ധമാണ്, വിശ്വസിക്കല് നിർബന്ധമാണ്. എന്നാൽ ഒരു വലിയാണ് എന്ന് വിശ്വസിക്കലൊന്നും നമുക്ക് നിർബന്ധമല്ല. എന്നാലും അങ്ങനെ അറിയപ്പെട്ട ബാക്ക്ഗ്രൗണ്ട്, മഹാനായി അറിയപ്പെട്ട, സർവരാലും ആദരിക്കപ്പെടുന്ന, നമുക്ക് തന്നെ മനസ്സിലാക്കുമ്പോ ആ നിലക്ക് ജീവിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ ആ നിലക്ക് മരണപ്പെട്ടു പോയിട്ടുള്ള മഹാന്മാരെ അനാദരിക്കാൻ പാടില്ല. എന്നാൽ ഒരു വലിയ അയാളെ മനസ്സിലാക്കേണ്ടത് വേഷങ്ങൾ നോക്കിയിട്ടല്ല, അയാളെ ഹാവാഭാവങ്ങൾ നോക്കിയിട്ടല്ല, അയാളെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല. പിന്നെയോ അയാളെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം, അത് നല്ല നിലക്കുള്ളതാണോ എന്ന്. ഈമാനുള്ളവരാണോ, ഇസ്ലാമുള്ളവരാണോ, 5 നേരം നിസ്കരിക്കുന്നവരാണോ, ഹറാമിൽ നിന്നിട്ട് വിറ്റകുന്നവരാണോ, കറാത്തിൽ നിന്ന് സൂക്ഷ്മത പാലിക്കുന്നവരാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരാള് വലിയാണെന്ന് മനസ്സിലാക്കാം. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരാണ്, മാത്രമാ. മുത്തഖീങ്ങളല്ലാത്തവർക്ക് വലിയാകാൻ പറ്റില്ല, മുത്തഖീങ്ങൾക്ക് മാത്രമാണ് വലിയാകാൻ കഴിയോ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവുള്ളവരായ ഭക്തന്മാരായ ആലിമീങ്ങളൊക്കെയും, അറിവുള്ളവരായ ഭക്തന്മാരായ ആലിമീങ്ങളൊക്കെയും അല്ലാഹുവിനെ പേടിക്കുന്ന മഹാന്മാരാണ്, ഔലിയാക്കന്മാരാണ്. ലൗലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയുൻ ഇമാമുനാ ശാഫിഈ. പറ ഇമാമുനാ ശാഫിഈ. അപ്പൊ ആലിമു വലിയാണ്. ആലിമാരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔലിയാരി, അയാൾ പച്ച തട്ട ഇട്ടു, 5-6 മോതിരം വെച്ചു, പിന്നെ കഴുത്തിലേക്ക് മാല ഇട്ടു, തസ്ബീഹ് മാല കഴുത്തിലിട്ടു, അത് ഔലിയ. അതിന് ആലിമാരി, ആലിമു വലിയ മുണ്ടാസുള്ള ആള്, താടിയുള്ള ആള്, അയാൾ ആലിമു. ഇത് രണ്ടുമല്ല. ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടാ മതി. കഴിഞ്ഞ പോലെ നമുക്ക് പിന്നെ പഠിച്ചത് ബദിയെടുക്കുന്ന ആ ഔലിയാനെ പിടിച്ചു അല്ലേ. വർഷങ്ങളായി നമ്മുടെ നാടുകളിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് അയാൾ നടന്നു. മക്ബറകളുടെ ചാരത്ത് അയാൾ അന്തി ഉറങ്ങി. പല മഹാന്മാരോടും അയാൾ സംസാരിക്കുന്ന രൂപത്തിൽ നടിച്ചു. മക്ബറിന്റെ അടുത്ത് പോയിട്ട് സലാം പറയാൻ അങ്ങോട്ട് ചൂടാ. അവസാനം സുബ്ഹാനല്ലാഹ് പതിയടക്കേട മണ്ണിൽ വെച്ചിട്ട് നല്ലവരായ ചെറുപ്പക്കാർക്ക് എന്തോ സംശയം തോന്നിയപ്പോ ഞങ്ങൾ ഈ പരിസരത്തുള്ള നാട്ടുകാരാണല്ലോ അയാളെ പൂച്ചു പുറത്താക്കിയത്. അവസാനം പറഞ്ഞു, അയാൾ അറിയപ്പെട്ട അബ്ബാസ് ഔലിയല്ല, അബ്ബാസ് തങ്ങളല്ല, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ ജോൺ വർഗീസ് ആണെന്ന്, ക്രിസ്ത്യാനിയാണെന്ന്. അപ്പൊ നമ്മൾ എന്താക്കണം? ഒരാള് വലിയാണോ ആലിമാണോ എന്ന് വിലയിരുത്തേണ്ടത് അയാളുടെ ജീവിത വിശുദ്ധി നോക്കിയിട്ടാണ്, അല്ലാഹുമായിട്ടുള്ള അയാളെ ബന്ധം നോക്കിയിട്ടാണ്, അയാൾക്കുള്ള ആരാധനകൾ, അയാളുടെ സൂക്ഷ്മത പുലർത്തുന്ന ജീവിത രീതികൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഞങ്ങൾ പിന്നെ ഒരാളെ വിലയിരുത്താൻ, ഒരാലിമിനെ വിലയിരുത്താൻ, ഒരു വലിയനെ മനസ്സിലാക്കാൻ. കാരണം ഇതുള്ളവർ മാത്രമാണ് വലിയ, ഇതുള്ളവർ മാത്രമാണ് ആലിമ. ആലിമാവുക എന്നത് താടി വെക്കാനാണോ? എന്നാ പിന്നെ ഞങ്ങളെ പ്രധാനമന്ത്രിയും ആലിമാണ്ടേ, ഓനും ഉണ്ടല്ല പണ്ടേ ഒരു കരിഞ്ഞ താടി. അല്ല, തലീകെട്ടാണോ ഒരു ആലിമിന്റെ യോഗ്യത? എന്ന മൻമോഹൻ സിംഗ് അതിനേക്കാളും മിന്ന മൊയിലാറാണ്ട്. അല്ല, അത് രണ്ടുമല്ല. അല്ല ഇൽമു ലിൽ അമലി, അല്ല ഇൽമു ലിൽ അമലി ബിഹി വ ഇബാദതിഹി. ഇൽമന്തിന
ആലിമിന്റെ ഇൽമെന്തിന് അതനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാ. കേവലം വയലു പറയാൻ മാത്രം പോരല്ലോ ഇൽമ, പോരല്ല. എസി റൂമിൽ കുത്തിരുന്നിട്ട് മഹാന്മാരായിട്ടുള്ള ആലിമീങ്ങള് ജീവിത ത്യാഗം ചെയ്യാൻ വേണ്ടി ഹൗലിന്റെ കരയിൽ ഉറങ്ങിയ കഥ പറഞ്ഞിട്ടെന്താ? എന്ത് കാര്യമാ, എന്ത് കാര്യമാ? അത് പറ്റില്ല. അല്ലാഹു നല്ലവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. ഞങ്ങളെ പുറം നന്നാക്കിയതുപോലെ, ഞങ്ങളെ വേഷഭൂഷണങ്ങൾ നന്നാക്കിയതുപോലെ, ഞങ്ങളെ സംസാരം ഒക്കെയും നന്നാക്കിയതുപോലെ പടച്ച റബ്ബ് ഞങ്ങളെ കൽബും നന്നാക്കട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഭക്തന്മാരാണ്, തഖ്വയുള്ളവരാണ്, ഹറാമിൽ നിന്നിട്ട് പാടെ അകന്നവരാണ്, ഖറാഅത്ത് ഒരുപാട് ശൂടിച്ചവരാണ്, ഖറാഅത്ത് പോലും ചെയ്തില്ല. ഹറാം പോകട്ടെ. ബക്കറ്റും പിരിവല്ലാമ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അത് ആവശ്യമാണ് നമ്മളെ സംഘാടകർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതേ വഴിയുള്ളൂ, വേറൊന്നും നമ്മളെ കയ്യിലില്ല. ഇപ്പൊ പൈസക്കായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒരു മീസാൻ കല്ല് പോലും ഞങ്ങളെ കയ്യിലില്ല. അപ്പൊ പിന്നെ നല്ലവരായ മോമിനീങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി മഹാന്മാർക്ക് വേണ്ടി കൊടുക്കുന്ന ഈ ദാനം തന്നെയാണ് ഞങ്ങളെ സംഘാടകർക്ക് ഒരു ആശ്വാസം. അൽഹംദുലില്ലാ, അങ്ങനെ പലരുടെയും ആശ്വാസമായി, പലർക്കും ആ നിലക്കൊരു ധൈര്യം പകർന്നവരാളായി മരണപ്പെട്ടു പോയവരാണ് ഞങ്ങളുടെ നാട്ടിന്റെ നല്ല വ്യക്തിത്വമായിരുന്ന റസാഖ് ഹാജി പള്ളത്ത്. അല്ലാഹു തആല അവരുടെയും അതുപോലെ തന്നെ ഈ വേദി ഒരുക്കപ്പെട്ട മഹാനായ സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങളവരുടെയും നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ഒക്കെ പരലോക ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളൊന്ന് ഇരുന്നവരിത്തിരി നേരം കേൾക്കണം. സംഘാടകർ നടന്നോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നടക്കലെന്നെ പണിയായ സംഗതി നടക്കൂല. സംഘാടകർക്ക് അത് ആവശ്യമാണ്. സംഘാടകർ എല്ലാവരും ഞങ്ങളെ പോലെ ഇരുന്നുണ്ടെങ്കിൽ വയ്യാട് ഇറച്ചി ബന്ധിട്ട് കഞ്ഞായി വേണം. പക്ഷെ ഇത് അതിന്റെ ആവശ്യത്തിന്റെ ആള് മതി. ഇപ്പൊ ഞമ്മ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ പോലെ ഇത്ര കുറവായതുമില്ല, കുറഞ്ഞിനും തോന്നി. ആയിക്കോട്ടെ, നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ കൊപ്പറിന്റെ വില പറഞ്ഞൊന്നും വന്നേ ഒന്നല്ല, ഞാൻ ഇത് പറയാനേ വന്നു. ഞാൻ ഇപ്പൊ കുരുമുളകിന്റെ വില ഒന്നും പറയാൻ പറ്റിയിട്ട് വന്നിട്ടൊന്നും. അല്ലാഹു ഞങ്ങളെ നല്ലവരാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ നല്ലവരാക്കട്ടെ. കേൾക്കണം, നിങ്ങള് ശംസുൽ ഉലമാന്റെ മക്കളാണ്, ഔലിയാക്കന്മാരെ പിരിശം വെക്കുന്നവരാണ് എങ്കിൽ പഠിക്കണം ഉമ്മ. ഔലിയാക്കന്മാരെ അവരെ പിരിശം വെച്ചാലുള്ള നേട്ടമെന്ത് അറിയണം മക്കള്. അവരെ സ്നേഹിച്ചാൽ, അവരെ മജ്ലിസിന് ദാനം കൊടുത്താൽ, ധർമ്മം കൊടുത്താൽ എന്തുണ്ട് നേട്ടം, എന്തിനാണ് ഈ അനുസ്മരണം എന്നൊക്കെ സംശയിക്കുന്ന ചില ആൾക്കാരില്ല. കേക്കണേ, നല്ല പോലെ പഠിക്കണേ. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞവരാ, ഹറാമിൽ നിന്നിട്ട് പാടെ മുക്തരായവരാ. ഹറാമിൽ നിന്നിട്ട് അവർ അവരുടെ ജീവിതത്തിൽ ഹറാം പോയിട്ട് ഒരു കറാഹത്ത് പോലും അവർ ചെയ്തിട്ടില്ല, ചെയ്യില്ല. അവർ അല്ലാഹുവിന്റെ മഹ്ഫൂദീങ്ങളായ അടിമകളാണ്. അറിയില്ലേ, മഹാനായ സഹാബികളിൽ പ്രമുഖനായ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, സഹാബികളിൽ അഗ്രഗണ്യന, സഹാബികളിലെ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ വലിയവരായ പണ്ഡിതരാ, വലിയ പണ്ഡിതർ. മഹാനരെ പറ്റിയുള്ള പേര് തന്നെ ഹുവ ജബലുൻ മിൻ ജിബാലിൽ ഉമ്മ, ഹുവ ജബലുൻ മിൻ ജിബാലിൽ ഉമ്മ. ഈ സമുദായത്തിലെ തലയെടുപ്പുള്ള ആലിമീങ്ങളിൽ പ്രധാനിയാണ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ചെറിയ വയസ്സിലാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രായം വെക്കുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് 80-ലേറെ വയസ്സ് ജീവിച്ച് മരിച്ച മഹാനാ. നീണ്ട 80 വർഷത്തിലേറെ മുസ്തഫായ നബി തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, ലോകമറിഞ്ഞ മഹാനായ പണ്ഡിതരാണ്. ആ മഹാൻ പറഞ്ഞത് കേൾക്കണോ, ഇല്ല ഇല്ല, എനിക്ക് പ്രായമായത് മുതൽ, ഞാൻ മുസ്ലിമായത് മുതൽ ഇന്നോളം ഞാൻ എന്റെ വലതു ഭാഗത്തേക്കോ മുമ്പാകത്തേക്കോ തുപ്പിയിട്ടേ ഇല്ല, തുപ്പിയിട്ടേ ഇല്ല. മുമ്പാകത്തേക്കോ വലതു ഭാഗത്തേക്കോ തുപ്പിയത് കൊണ്ട് കുറ്റം കിട്ടുമോ? ഇല്ല. പിന്നെ അവന്റെ മേലെ ശിക്ഷ ഇറക്കുമോ? ഇല്ല ഇല്ല. ഖബറിന്റെ അദാബ് അവനക്കുണ്ടാകുമോ? ഇല്ല. പിന്നെന്താ
കാര്യം അത് കറാഹത്താണ്. മുമ്പാകം എന്നത് പവിത്രമായ ഭാഗമാണ്. വലതുഭാഗവും തദൈവ അങ്ങനെ തന്നെയാണ്. വലതുഭാഗത്തേക്കും മുമ്പിലേക്കും ഒരു വിശ്വാസികളായ ആണ് പെണ്ണുങ്ങളാകുന്ന ഞങ്ങൾ തുപ്പരുത്. ഇടഭാഗത്തേക്കാ തുപ്പേണ്ടത്. ചോദിക്കട്ടെ മുസ്ലിമേ, ഞാനും നിങ്ങളും ഇന്നോളം ഇടതുഭാഗത്തേക്ക് തുപ്പിയ ഓർമ്മയുണ്ടോ? ആർക്കൊക്കെ പറയാൻ കഴിയോ ഞാൻ ഇടത് ഭാഗത്തേക്ക് തുപ്പിനെ പറയുന്നെങ്കിൽ ഞാൻ വലത്തെ ഭാഗത്തേക്ക് തുപ്പിനെ വേണമെങ്കിൽ മുമ്പിലൊക്കെ എന്താ ആരുണ്ടായി പ്രസിഡന്റ് ആ ചൂട്ടില് മുമ്പിലേക്ക് തുപ്പി. ഒരാളുടെ വ്യക്തിവിരോധത്തിൽ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ബസഖതു അന്നമീനി മുൻദു വസലംതു. മുസ്ലിമായ കാലം തൊട്ട് ഇന്നോളം ഞാൻ എന്റെ മുമ്പാകത്തേക്ക് തുപ്പിയിട്ടേ ഇല്ല. അത് കറാഹത്തല്ലേ? ചെയ്താൽ കുറ്റമില്ലെങ്കിലും ഒഴിവാക്കിയാൽ കൂലിയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ മുമ്പിലേക്ക് തുപ്പിയിട്ടേ ഇല്ല. ഞാൻ ചെയ്തിട്ടേ ഇല്ല. അതാണ് വലിയ എങ്കിൽ കേൾക്കണോ, ജീവിതത്തിൽ ഒരു കറാത്ത് പോലും ചെയ്യാതെ ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ജീവിച്ച് മരിച്ചുപോയ മഹാനരാണ് മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. അതുപോലെ തന്നെ ഈ നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് അതേ ഞങ്ങളെ കൺമുമ്പില്, ഞങ്ങളെ ഈ ജീവിതകാലത്ത് ഞങ്ങളെ കൺമുമ്പില് ഒരു സഹാബിയെ പോലെ ജീവിച്ച, എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ ആവാഹിച്ച, കറാഹത്തുകളിൽ നിന്നിട്ട് പാടേ അകന്ന അല്ലാഹുവിലേക്ക് വിട പറഞ്ഞു പോയ മഹാനായ വലിയാണ് മഹാനരായ അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ. അറിഞ്ഞവർക്കറിയാം അവരെ. അല്ലെങ്കിലും ഞമ്മക്കെന്തറിഞ്ഞു മഹാന്മാരെ? ഞങ്ങൾക്ക് അവരെ പറ്റി ബുക്ക് വായിച്ച അറിവല്ലേ ഉള്ളൂ. സ്മരണികയില്, പുസ്തകത്തില്, മീഡിയകളില്, ചാനലുകളില്, അല്ലെ വാട്സപ്പില് ആരോ എഴുതിയത് ഈ അറിവല്ലേ? അതല്ലല്ലോ അറിയല്. മഹാന്മാരെ ശരിക്കും അറിയണോ? ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയോ. അവരറിയണമെങ്കിൽ തന്നെ നീ ആദ്യം വലിയാകണം. 4G കണക്ട് ആകണമെങ്കിൽ ആദ്യം 4G ആയിട്ട് വേണ്ടേ മൊബൈൽ? 3Gന്റെ മൊബൈലിലേക്ക് 4G ഷൂട്ടാവോ? നിങ്ങളോട് പറ, ഷൂട്ടാവോ? ജിയോ എല്ലാത്തിനും ഷൂട്ടബിൾ അല്ല. എന്തേ? അത് 4G സിമ്മ. മൊബൈൽ 3G ആണെങ്കിൽ പോയി എന്ന പോലെ. കാരണം എന്താ? അറിയേണ്ടവർ അറിയണം, ചേരേണ്ടതിലേക്ക് ചേരണം. ഞങ്ങൾക്കറിയില്ല, കേൾക്കണം. ഇത് നല്ല പോലെ കേൾക്കണം. ജീവിതത്തിൽ ഒരു കറാത്ത് പോലും അത്തിപ്പറ്റ ഉസ്താദ് ചെയ്തില്ല. കണ്ണിയത്തോരെ ജീവിതത്തിലില്ല. എത്ര കണ്ട് സൂക്ഷ്മത പാലിച്ചോ. പഠിക്കണം നമ്മള്. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഹറാമ് വളരെ ശൂടിച്ചവരാണ്, ഹറാമ് തീരെ ചെയ്യാത്തവരാണ്, കറാഹത്തായ കാര്യങ്ങൾ പോലും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തവരാണ്. അതേ അത്തിപ്പറ്റ ഉസ്താദിന്റെ മുമ്പില് മഹാനരായ മരണപ്പെട്ടു പോയ അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ജീവിച്ചിരിക്കുമ്പോ ഒരവസരം അതാ തന്റെ മുമ്പിൽ വന്നിട്ട് വരാൾ അവിടെ നതാ ഇടത് കയ്യില് ഫാനിട്ടോ. ശ്രദ്ധിച്ചോളൂ, കുടിച്ചോളൂ. അല്ലാഹു ഒരുക്കി തന്നവർക്ക് സൗഭാഗ്യം നൽകട്ടെ, സ്വർഗത്തിന്റെ പാനീയം കുടിപ്പിക്കട്ടെ. ഈ കുടിക്കപ്പെടുന്ന ഈ മജ്ലിസിൽ വെച്ചിട്ട് കുടിക്കുന്ന ഈ കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു നമ്മുടെ ക്ഷീണത്തിന്, നമ്മുടെ ശാരീരിക മാനസിക പ്രയാസങ്ങൾക്ക് അല്ലാഹു ശമനം നൽകട്ടെ. പക്ഷെ കുടിക്കുന്നത് മാത്രം ശ്രദ്ധിക്കണ്ടേ? എന്നെ ശ്രദ്ധിച്ചു. എന്താ പറഞ്ഞ? വിഷയം പഠിക്കണം. മഹാന്മാരെ പഠിക്കണം. അവരെ പോലെ ഞങ്ങളാകണ്ടേ. അവർ കിടന്ന സ്വർഗത്തിൽ നമ്മൾ കിടക്കണ്ടേ. അവർ കണ്ട അല്ലാഹുവിനെ ഞങ്ങൾക്ക് കാണണ്ടേ. അവരാഗ്രഹിച്ച മുസ്തഫായ നബി തങ്ങളെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണ്ടേ. അവർ പേടിച്ച ഖബറിന്റെ അദാബ് ഞങ്ങളും പേടിക്കണ്ടേ. എങ്കിൽ കേട്ടോ, ആ മഹാന്മാരുടെ ജീവിതത്തിൽ കറാത്ത് പോലും വന്നില്ല. അത്തിപ്പറ്റ ഉസ്താദിന്റെ മുമ്പിൽ ഒരാളതാ ഇടത് കയ്യില് ഫാൻ ഇട്ടപ്പോ, ഇടത് കയ്യില് ഫാനിന്റെ സ്വിച്ച് അമർത്തിയപ്പോ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ആ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ പാടില്ല. എല്ലാ നല്ല
കാര്യങ്ങളും വലത് കയ്യിൽ തുടങ്ങണം കേട്ടോ. ഫാനിടുക എന്നതൊരു നല്ല കാര്യം തന്നെയാണല്ലോ, ചീത്തയല്ലല്ലോ. അതുകൊണ്ട് വലത് കാര്യത്തിൽ വലത് കയ്യിൽ ചെയ്യണമെന്ന് ഹറാം ചെയ്തില്ല, കറാഹത്ത് ചെയ്തില്ല. അത് ചെയ്യുന്നവരെ പോലും അവർക്ക് ഇഷ്ടമല്ല. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. ഇതിനോടൊപ്പം ധാരാളം ഇബാദത്തുള്ളവരായിരുന്നു, ധാരാളം അല്ലാഹുവിനെ ആരാധിച്ചവരായിരുന്നു. നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും മറ്റു ദിക്റുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്നിട്ട് ഒരു നിമിഷം പോലും തെറ്റിപ്പോയിട്ടില്ല. സദാ നേരവും അല്ലാഹുവിന്റെ ദിക്റിലാണ്, സദാ നേരവും അല്ലാഹുവിന്റെ ഫിക്റിലാണ്, ചിന്തയിലാണ്. ധാരാളം ഖുർആൻ പാരായണമാ, ധാരാളം നിസ്കാരമാ. അവരുടെ നിസ്കാരം എത്രയറിയാ, നലവേരും മീശത്തോളോതോരോവാല് 40 സുബ്ഹി തോളോതോവാർ. സുബ്ഹാനല്ലാഹ്. ഇശാ നമസ്കാരത്തിനെടുത്ത ഒരൊറ്റ വുളു കൊണ്ട് നീണ്ട 4 പതിറ്റാണ്ട് കാലം, 40 കൊല്ലക്കാലം അതേ വുളുയിൽ സുബ്ഹി നമസ്കരിച്ചു. അല്ലാഹുവിന്റെ ഔലിയാക്കള്. പറയാൻ കഴിയുമോ നമുക്ക്? ആ ഒരവസ്ഥ നമുക്കുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. എങ്കിൽ അവരെ പഠിച്ചോ, അവരെ പോലെ ജീവിക്കാൻ നോക്കിക്കോ, അവരെ പിരിശം വെച്ചോ. അവരുടെ നമസ്കാരം അങ്ങനെയാ. നോമ്പാണെങ്കിലോ പറയേണ്ടതില്ലല്ലോ. മുതലായ റമളാന് 30 നാളിലും മുല കുടിക്കും കാലം മൂലനെ തോടാത്തോവാർ. ാണ് ധാരാളം നമസ്കരിച്ചവരാണ്. ഫർളല്ല, ഫർള് അങ്ങനെയും നിസ്കരിക്കണമല്ലോ, അത് നിർബന്ധമല്ലേ, എല്ലാവർക്കും ഫർളല്ലേ. ധാരാളം സുന്നത്തായ കർമ്മങ്ങളും ചെയ്തവരാണ് ഔലിയാക്കൾ. സുന്നത്തായ നിസ്കാരം അവർക്കത് ഉപേക്ഷിക്കുന്നത് പോലും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. മഹാനായ ഇമാം ശിബിലി ഇല്ലേ ഇല്ല, 100% ഔട്ട് ഓഫ് റേഞ്ചിലാണ്. മഹാനായ ഇമാം ശിബിലി. നിങ്ങൾക്ക് എന്ത് ഇത്ര വെച്ചളി? ഞാനല്ലേ വെച്ചല്ലേ? ഞാനല്ലേ ഇടുന്നോണ്ട് നിങ്ങളല്ലോ. നിങ്ങൾ 6ാം ഇരുന്നതിന് പിന്നെന്താ ഒരു സലാത്ത് ചെല്ലേ, ഒരു ആമീൻ പറ. മഹാന്മാരെ പേറാക്കുമ്പോ നല്ല നിലക്ക് റളിയല്ലാഹു അൻഹു പറ. സത്യം പറഞ്ഞാ അതേ നമുക്കൊരു ആശ വേറൊന്നും നമ്മളെ കയ്യിൽ ഇല്ല. നമ്മളെ നിസ്കാരം കണ്ടിട്ട് അല്ലാഹു രക്ഷപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പൊടി പാറിയ ഈ മുഞ്ഞാന്ന് ഒരു ഹർത്താളായില്ല, ഇന്നലല്ലേ മിഞ്ഞാന്ന് ഒരു പൊടി പാറിയ ഒരു ഹർത്താൾ. ഈ ഹർത്താലിന്റെ ഇടയ്ക്ക് ഒരു ചങ്ങായി ഭയങ്കര ബിസിനസ്, പൊടി പാറിയ കച്ചവടം. ആൾക്കാരെല്ലാം ആടന്നെ വായിന്നു കക്കിരിക്കുമ്പോഴേക്കും വാങ്ങാൻ ഭയങ്കര കച്ചവടം. അങ്ങനെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇയാളാണെങ്കിൽ ബാങ്ക് കേട്ട അപ്പ ഷട്ടർ താത്താണ്ട് ഈ ഹർത്താലിന്റെ ചൂടില് പോലും ഷട്ടർ താത്താണ്ട് പള്ളി. ഹർത്താലിന്റെ ഈ ചൂടില് പോലും ഷട്ടർ താത്താണ്ട് പള്ളിയിലേക്ക് ബന്ധാക്കുന്നുമില്ല, ഒന്നുമില്ല. പൊടിമോറിയ കച്ചവടം. ഇതിന്റെ ഇടയിൽ നിസ്കാരം കീറി കൃത്യം. അപ്പൊ മാരിപാമ്പ് സമയത്ത് ആരോ ഒരാളെ കേട്ട, അല്ല ഇതെന്ത് സുലൈമാൻ ഈ കച്ചവടത്തെ ഇപ്പോൾ നല്ല പൊടി പാറിയ കച്ചവടം നടക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ നിസ്കാരം കുറച്ച് ലേറ്റായി. എന്താണ് അവിടെ ജമാഅത്തില്ലേ, അവിടെ പിന്നെ നിസ്കാരത്തിന് സമയമില്ലേ, അത്ര പെട്ടെന്നൊന്നും കളാവുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് ഇത്ര ഗടിപിടി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്തറിയോ? ചങ്ങായി, ഞാൻ അങ്ങനെ പോകുന്ന അള്ളാനെ മേടിച്ചിട്ടൊന്നുമല്ല, കൈ കെട്ടിയിട്ട് അപ്പൊ ആര് കക്കിരിക്ക് കൊണ്ടതിന്, ആര് വെള്ളർക്ക് കൊണ്ടതിന്, മമ്മദ് കൊണ്ടായത് എത്ര, മണികണ്ഠം കൊണ്ടായത് എത്ര, ഓർമ്മ വരുന്നു, അതിന് മേടിച്ച് പാഞ്ഞിരുന്നു. ഇവിടെ ഏതാ സമയമില്ല, ഇവിടെ ഏതാ സമയമില്ല. ഒന്നാമത് ഇല്ല കാൽക്കുലേറ്റർ പൊട്ടീന്, രണ്ടാമത് ഹർത്താൽ. ഏതിലെ പൊട്ടൂന്ന് അറിയില്ലല്ലോ, ആരത് പൊട്ടു. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ കൈകെട്ടി നീന് വേണ്ടിയിട്ട് ഇത് ചിരിക്കുന്നതൊക്കെ മണക്കും തോന്നുന്നു. നിങ്ങളും അങ്ങനെ കൈകെട്ടി. അങ്ങനെ കൈകെട്ടിയില്ലെങ്കിലും ചിന്തിക്കാണ്ടിരുന്നില്ലല്ലോ. ഇനി എന്റെ സിമ്മിൽ റീചാർജ് ആക്കിയത് എത്ര MB ബാക്കിയുണ്ടെന്ന് പോലും ശരിക്കും ഓർമ്മ വന്നത് മുഹമ്മദ് നിസ്കാരത്തിൽ. നമ്മള് നിസ്കാരതാണ്. നമുക്ക് നിസ്കാരത്തിന്റെ മണം അറിഞ്ഞിട്ടില്ല, ഗുണമറിഞ്ഞിട്ടില്ല, നിസ്കാരത്തിന്റെ മഹത്വം അറിഞ്ഞിട്ടില്ല, ശ്രദ്ധ അറിഞ്ഞിട്ടില്ല. ചുരുക്കി പറയട്ടെ, നിസ്കാരമേ അറിഞ്ഞിട്ടില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അങ്ങനെയല്ല. അവർ നിസ്കാരത്തിന്റെ ഗുണവും മണവും ധാരാളം ലഭിച്ചവരാണ്. നിസ്കാരം അവരിൽ നിന്നിട്ടില്ലാണ്ടാകുന്നത് പോലും അവർക്ക് തീരെ ഇഷ്ടമല്ല. അവരാഗ്രഹിച്ചു പോയി
അവരാഗ്രഹിച്ചു പോയി. ഞാൻ അങ്ങനെ സുജൂദിലെ കടന്നിരുന്നുവെങ്കിൽ, ഞാൻ അങ്ങനെ റുക്കുവിലെ ബാക്കിയായിരുന്നുവെങ്കിൽ, ഈ നിസ്കാരം എനിക്ക് സലാം വീട്ടാതെ കണ്ട് ഇങ്ങനെ തുടർന്നിരുന്നുവെങ്കിലും എത്ര നന്നായിരുന്നു എന്ന് പോലും അവരാഗ്രഹിച്ചു പോയി. ഇമാം ശിബിലി ലോകം കണ്ട മഹാനാ, ലോകമാദരിച്ച മഹാനാ, എത്രയോ വലിയവരായ മഹാന്മാർ അവരുടെ കിതാബുകളിൽ ചരിത്രം എഴുതപ്പെട്ട മഹാനാ, ഉദ്ധരിക്കപ്പെട്ട മഹാനാ, അനവധി നിരവധി കശ്ഫ് കറാമത്തിന്റെ ഉടമയായ മഹാനാ, ഒരു നൂറ്റാണ്ട് കണ്ട ഇതിഹാസ പുരുഷനാ. സുബ്ഹാനല്ലാഹ്. അന്നാ ജനങ്ങളുടെ ഇടയിൽ അക്കാലത്ത് ആ മഹാൻ ജീവിക്കുമ്പോ അയാൾ ആ ജനദൃഷ്ടിയിൽ ഒരു ഭ്രാന്തനായിരുന്നു, ഒരു ഭ്രാന്തനാ. അയാൾ അങ്ങനെ നടക്കുന്നു. അയാളെ പണി എന്തറിയോ? നിസ്കരിക്കലെന്ന്. ആരോടും മിണ്ടാട്ടമില്ല. താനായി തന്റെ പാടായി പാലം വലിക്കാനോ പാരപണിയാനോ അതല്ല മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും അയാളില്ല. അയാൾ അങ്ങനെ ജീവിക്കുന്നു. ആരോടും ഒരു മിണ്ടാട്ടമില്ല. അതുകൊണ്ട് തന്നെ അന്നുള്ള കാലത്തുള്ള മിക്ക ജനങ്ങളും അയാളെ പറ്റി അയാളെ മനസ്സിലാക്കാത്തവർ അയാളെ പറ്റി പറഞ്ഞത് അയാൾ ഒരു ഭ്രാന്തനാണെന്നാണ്, മെന്റൽ പേഷ്യന്റ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ തെരുവ് പിള്ളമാർ അയാളെ കാണുമ്പോ കല്ലെടുത്തെറിയും. തെരുവ് പിള്ളമാർ എല്ലായിടത്തും ഉണ്ടാവല്ലോ, ചില യോ ചക്കന്മാർ, പോക്കിരി ചക്കന്മാർ എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ. അവരതാ മഹാനരെ കാണുമ്പോ കല്ലെടുത്തെറിയുക. സ്വാഭാവികമാ അവർക്കതൊരു ഹരമാണ്, അവർക്കതൊരു കളിയാണ്. സുബ്ഹാനല്ലാഹ്. ഒരവസരം കുറിച്ച് ചെക്കന്മാർ അങ്ങനെ കല്ലെടുത്തെറിയുകയാ. മഹാനരതാ അങ്ങനെ നടക്കുകയാണ്. അവസാനം ചെക്കന്മാര് കല്ലെടുത്തെറിഞ്ഞപ്പോ മഹാനരുടെ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടിയൊഴുകി, പല ഭാഗത്തും മുറിവ് പറ്റി. മഹാനായ ശിബിലി ഇമാമതങ്ങള് അവസാനം അതാ നടന്ന് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. ക്ഷീണിതരായി അവശരായി അവിടെ ഒരു ഇങ്ങോട്ട് നോക്ക്, അവശരായി ഒരു മരച്ചുവട്ടിൽ അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, നേരത്തെ കല്ലെടുത്തെറിഞ്ഞ ചെക്കന്മാർ അവിടെയും വന്നിട്ട് കല്ലെറിഞ്ഞു. കിലോമീറ്ററുകൾ അപ്പുറം ചെന്നിട്ട് മരച്ചുവട്ടിൽ അവശനായി വിശ്രമിക്കുന്ന മഹാനരെ അവിടെ പോലും ഇരിക്കപ്പൊറുതി കൊടുക്കാതെ അവിടെയും അതാ ചെക്കന്മാർ വന്നിട്ടങ്ങ് കല്ലെടുത്തെറിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഇമാം ശിബിലി തങ്ങള് എറിയപ്പെട്ട കല്ലതാ കയ്യിലെടുക്കുന്നു. ചെക്കന്മാർ എറിഞ്ഞ കല്ല്, ചെക്കന്മാർ തന്നിലേക്ക് എറിഞ്ഞ കല്ല് മഹാനർ പിറക്കിയെടുക്കുകയാണ്. ആ കല്ലെടുത്തിട്ട് എറിഞ്ഞ പിള്ളമാരെ തിരിച്ചറിയാൻ നോക്കുമ്പോ, എറിഞ്ഞ ചെക്കന്മാരെ തിരിച്ചറിയാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനിരിക്കുന്ന മരമതാ മഹാനരോട് സംസാരിക്കുന്നു. തിരിഞ്ഞിട്ട മഹാനായ ഇമാം ശിബിലി തങ്ങൾ ഭ്രാന്തനാണ്, അവരുടെ ദൃഷ്ടിയിൽ ഭ്രാന്തനാണ്. അവർക്ക് മനസ്സിലായിട്ടില്ല മഹാനരെ കല്ലെടുത്തെറിയുക സാധാരണയാ. ഒരു ദിവസം കല്ലെടുത്തെറിഞ്ഞ് ധാരാളം കല്ലേറ് കൊണ്ടപ്പോ മഹാന്റെ ശരീരത്തിന് മുറിവ് പറ്റി ഒരു മരിച്ചുവട്ടിൽ പോയിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് അവിടെയും വന്നിട്ട് പുള്ളന്മാര് കല്ലെറിയുമ്പോ ആ മഹാൻ എന്ത് വിചാരിച്ചറിയോ? ആ എറിഞ്ഞ കല്ലെടുത്തിട്ട് തിരിച്ചറിയാൻ വേണ്ടി, എത്ര ഏറ് കൊള്ളുന്നു ഒന്ന് അങ്ങോട്ട് അങ്ങനെ എറിയാൻ വേണ്ടി നോക്കിയപ്പോ ആ മരമതാ, താൻ ഇരിക്കുന്ന മരമതാ, തനിക്ക് തണലിട്ടിരിക്കുന്ന മരമതാ അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് സംസാരിക്കുകയാണ് ഇമാം ശിബിലി തങ്ങളോട്. ഉസ്താദെ മരം സംസാരിക്കും, ഉസ്താദെ മരം മിണ്ടോ? അല്ലാഹ് കൊടുത്ത ഖുദ്റത്ത് കൊണ്ട് മിണ്ടുകയാ. അല്ലാഹ് കഴിവ് കൊടുത്ത ഏതും മിണ്ടും. ഇപ്പൊ നിനക്ക് എന്താ ബേജാർ? അല്ല, ഇവിടെയുള്ള ചില പുത്തനവാദികൾ, സലഫി വഹാബികൾ, നേരത്തെ വന്യരായ ഉസ്താദ് അഡ്വക്കേറ്റ് ഹുദവി ഉസ്താദ് പറഞ്ഞതുപോലെ ഇവിടെയുള്ള ചില പുത്തനവാദികൾ അള്ളാന്റെ കഴിവിന് ലിമിറ്റ് വെക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇത്രയേ കൊടുക്കാൻ പറ്റൂ, അള്ളാഹ് ഇത്ര തന്നെ കൊടുത്തോളണം, ഏറെ കൊടുക്കാൻ പാടില്ല. അള്ളാഹ് കൊടുക്കുന്നതിന് ലിമിറ്റ് വെക്കാൻ നീ ആര്?
ആയിട്ടാണ് കൊടുക്കുക. അമ്പാനി പോലും അൺലിമിറ്റഡ് ആയിട്ട് തന്നില്ല. പിന്നെ പടച്ച റബ്ബിന് ലിമിറ്റ് വെക്കാൻ നീ ആരടോ? അല്ലാഹു കടി കൊടുത്താൽ കല്ല് സംസാരിക്കും, മരം സംസാരിക്കും, കൈ സംസാരിക്കും, കാല് സംസാരിക്കും, എല്ലാം സംസാരിക്കും. സംസാരിച്ചിട്ടുണ്ട് മുത്തുനബി തങ്ങളോട് കല്ലുകൾ സലാം പറയുന്നു. ഹദീസല്ലേ, ഹദീസല്ലേ. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒട്ടകം പുറത്തു വരുന്നത് പാറക്കല്ലാകുന്ന കല്ലിന്റെ ഉള്ളതാണ്. ആയിട്ടില്ല. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന നാളെ പരലോകത്ത് പടച്ച റബ്ബിന് ഞങ്ങളെ ബായിക്ക് സീല് വെച്ചാൽ പിന്നെ സംസാരിക്കുന്നത് നാക്കല്ല, കൈകാലുകളാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ കഴിവാ, അല്ലാഹു കൊടുക്കുന്ന കഴിവാ. അല്ലാഹു കൊടുക്കുന്ന കഴിവ് എത്രയാണെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു കൊടുക്കുന്ന കഴിവ് എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു കൊടുക്കുന്ന കഴിവ് ആർക്കാണെന്ന് പറയാൻ കഴിയില്ല. എന്നാ കേട്ടോ, ഇമാം ശിബിലി തങ്ങളെ കല്ലെടുത്തെറിയാൻ വേണ്ടി നോക്കുമ്പോ അവിടെ നിന്നതായിരിക്കുന്ന മരമതാ മഹാനരോട് സംസാരിക്കുകയാണ്. മരം പറയുന്നു, യാ ശിബിലി കുൻ മിസ്ലി, യാ ശിബിലി കുൻ മിസ്ലി, യേശുബിലിയെ എന്നെ പോലെയാകണേ. എറിയല്ലേ, 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 എന്നെ പോലെയാകണേ. എന്നിലേക്ക് മാങ്ങ പഴുക്കുന്ന നേരത്ത് പിള്ളന്മാരെ കല്ലെറിയുമ്പോ ഞാൻ തിരിച്ചു കൊടുക്കുന്നത് കല്ലേറല്ല, പഴുത്ത മാങ്ങയാണ്. ഈർച്ചവാലുകൊണ്ട്, ഈർച്ചവാലുകൊണ്ട്, നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് എന്റെ മൊരടങ്ങ് മുറിക്കുമ്പോ ഞാൻ അയാൾക്ക് പോലും തണലിട്ട് കൊടുക്കുന്നു. എന്നെ മുറിക്കുന്നവന് പോലും ഞാൻ തണലിട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് ശിബിലി കുൻ മിസ്ലി, നീ എന്നെ പോലെയാകണം, നീ എന്നെ പോലെയാകണം. ഇത് പറഞ്ഞപ്പോ മഹാനായ ഇമാം ശിബിലി തങ്ങൾ കല്ലെറിഞ്ഞില്ല, കല്ല് താഴെയിട്ടു. ചുരുക്കട്ടെ സഹോദരാ, പള്ളത്തൂറുകാരാ, പരിസരക്കാരാ, ആ ശിബിലി ഇമാം തങ്ങൾ മരണപ്പെടാൻ വേണ്ടി പോവുകയാണ്. സക്കറാത്തിന്റെ ഹാലിലാണ്, അവസാന സമയമാണ്. സുബ്ഹാനല്ലാഹ്. ഈ ലോകത്തോട് വിട പറയുന്ന നേരമായപ്പോ ജനങ്ങളതാ മഹാനരുടെ ചുറ്റുഭാഗത്തും തിങ്ങിക്കൂടിയിരിക്കുകയാണ്. സക്കറാത്തിന്റെ ഹാലിലുള്ള ഇമാം ശിബിലി തങ്ങൾ കരയുന്നു. വല്ലാത്ത കരച്ചല്. നാട്ടുകാർ ചോദിച്ചോ, കൂട്ടുകാർ, കുടുംബക്കാർ ചോദിച്ചു, അല്ല ശിബിലി ഇമാം തങ്ങള് മരണവേദനയുണ്ടോ, മരണത്തെ പേടിയാവുന്നുണ്ടോ? ഇത് ചോദിച്ചപ്പോ എന്തിന് കരയുന്നു, എന്തേ നിങ്ങൾ കരയുന്നു, മരണം വേദനയുണ്ടോ, നിങ്ങൾക്ക് വേദന അനുഭവിക്കുന്നുണ്ടോ, അനുഭവപ്പെടുന്നുണ്ടോ, അതല്ല മരണത്തെ പേടിയാകുന്നുണ്ടോ, എന്തിന് കരയുന്നു എന്ന് ചോദിച്ചപ്പോ ഇമാം ശിബിലി എന്ന ഞാൻ നേരത്തെ പറഞ്ഞതായ മഹാനരില്ലേ, മരണക്കിടക്കയിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്തറിയോ? ഇല്ല നാട്ടുകാര്, എനിക്ക് മരണവേദനയില്ല, മരണത്തെ അശേഷം പേടിയില്ല. പിന്നെന്തിനറിയുമോ ഞാൻ കരയുന്നത്, ഞാൻ കരയുന്നത്, ഞാൻ കരയുന്നത് എനിക്ക് പ്രായമായ അന്നു തൊട്ട് ഈ നിമിഷം വരെ വരറ്റ രാത്രിയും ഞാൻ ഉപേക്ഷിക്കാത്ത നിസ്കാരമാണ് തഹജ്ജുദ് എന്ന 2 റക്അത്ത് നമസ്കാരം കേട്ടോ. ഇപ്രായത്തിന്റെ ഇടയ്ക്ക് ഇന്നോളം അതെനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. ഏതവസരത്തിലും, ഏത് ഏത് രാവുകളിലും, ഏത് മാസത്തിലും രാത്രി തഹജ്ജുദിന്റെ 2 റക്അത്ത് നമസ്കരിച്ചവനാണ്. എനിക്കത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നതാ ഞാൻ മരിച്ചു പോയാൽ എന്നെ കൊണ്ടാ നിസ്കാരം നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് തഹജ്ജുദ് നഷ്ടപ്പെടുമല്ലോ. ഇതോർത്തിട്ട് ഞാൻ കരയുകയാണ്. കണ്ടോ മഹാന്മാരെ, അവരുടെ നിസ്കാരം അങ്ങനെയാ. നിസ്കാരത്തിന്റെ ഗുണമറിഞ്ഞവരാണവർ, നിസ്കാരത്തിന്റെ
സ്വലാത്തിന്റെ മണമറിഞ്ഞവരാണവർ, നിസ്കാരത്തെ ധാരാളം ആസ്വദിച്ചവരാണവർ. നല്ലപേരും ഈശാ തോളൂതോരുവാലെ 40 സുബഹി തോളൂതോവർ. സുബ്ഹാനല്ലാഹ്, ഹറാം ഷൂടിച്ചത് മാത്രമല്ല, കറാഹത്തിൽ നിന്നിട്ട് ജാഗ്രത പാലിച്ചത് മാത്രമല്ല, ധാരാളം ആരാധനകൾ ഉള്ളവരായിരുന്നു. അങ്ങനെയാ, ധാരാളം സുന്നത്ത് നോമ്പ്, ധാരാളം ഖുർആനോത്ത്. മഹാനായ സമസ്തയുടെ മരണപ്പെട്ടു പോയ വലിയുള്ളാഹി തഖിയുദ്ദീൻ സി കോയക്കുട്ടി മുസ്ലിയാർ എന്ന ആനക്കര ഉസ്താദ് സുബ്ഹാനല്ലാഹ് നീണ്ട 80 വർഷത്തിലേറെ ജീവിച്ചു മഹാനര. ആയിരങ്ങളുടെ താണിയ ദിക്റു സ്വലാത്തിന്റെ മജ്ലിസുകളിലെ ആത്മീയ സാന്നിധ്യമാ സമസ്ത എന്ന ഇലാഹി പ്രസ്ഥാനത്തിന്റെ ഈ മുബാറക്കായ സംഘടനയുടെ മഹാനായ പ്രസിഡന്റായി മരണപ്പെട്ടു പോയ മഹാനായ കോയക്കുട്ടി ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോഴേ നാളെ കിടക്കാനുള്ള ഖബറൊരുക്കിയവരാണ്. ഖബറൊരുക്കിയവരാണ്. ജീവിച്ചിരിക്കുമ്പോഴേ ഞാൻ മരിക്കേണ്ടവനാണ്. ഇനി എന്റെ വീട് മണ്ണറയാണ്. എപ്പോഴാണെന്നറിയില്ലെങ്കിലും അവിടെ പോയി കിടക്കണമെന്നത് ഉറപ്പല്ലേ. കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലല്ലോ, എന്നായാലും നമ്മൾ പോണ്ടേ. പോകണമല്ലോ, പോകേണ്ടവരല്ലേ. മനസ്സിലാക്കിയ മഹാനായ കോയക്കുട്ടി ഉസ്താദ് സുബ്ഹാനല്ലാഹ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മണ്ണറ ഒരുക്കിയവരാണ്, ഖബർ വീടൊരുക്കിയവരാണ്. സുബ്ഹാനല്ലാഹ് ധാരാളം ഖുർആൻ ഓതുന്നവരാ, ഖുർആനോത്ത് വല്ലാതെ ഇഷ്ടമുള്ളവരാ. എപ്പോ നോക്കിയാലും ഖുർആൻ പാരായണമാ. ചരിത്രം പറയുന്നു പകലുകളില് വീടുകളില് പള്ളികളില് എന്തിനേറെ നാളെ അതാ താൻ മരിച്ചാൽ കിടക്കേണ്ട ഖബറിന്റെ ചാരത്തിരുന്നിട്ട് പോലും മഹാനായ കോയക്കുട്ടി ഉസ്താദ് ഖുർആനോതുമായിരുന്നു. അവരല്ലേ ഔലിയാക്കള്, അവര് ഖുർആനോത്ത് അങ്ങനെയാ. ഒരു കാമാൽ നിന്നിട്ട് ഒരു ഖാത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. അവരെ ഖുർആനോത്ത് അങ്ങനെയാ. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ കേവലം തസ്ബീഹിന്റെ മാല കയ്യിൽ പിടിച്ച് പറയുന്നതിന് പകരം കഴുത്തിലിട്ട് നടക്കുന്നവരല്ല. ഖുർആനിന്റെ കക്ഷത്ത് വെച്ച് നടക്കുന്നവരല്ല, നിസ്കരിക്കാത്തവരല്ല, ധാരാളം ഇബാദത്തുള്ളവരാണ്. ഇബാദത്തിനോട് വളരെയധികം താല്പര്യം കാണിച്ചവരാണ്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് തന്നെ അവരല്ലാഹു ആദരിച്ചു. അവർക്കല്ല വിലായത്ത് എന്ന പട്ടം കൊടുത്തു, ഏറിയ കറാമത്ത് കൊടുത്തിട്ട് ആദരിച്ചു. നബിമാർ മുർസലീങ്ങളാണ്, നബിമാരാണ്. അവരെ അല്ലാഹു ആദരിച്ചിട്ട് അല്ലാഹു അവർക്ക് റിസാലത്തും നബുവത്തും കൊടുത്തപ്പോ കൂടെ അല്ലാഹു അവർക്ക് കൊടുത്തു മുഅ്ജിസത്ത്. അവരെ കയ്യിൽ നിന്നിട്ട് ഒരുപാട് അസാധാരണ സംഭവങ്ങൾ ഉണ്ടായി. ചന്ദ്രനെ പോലെ മുത്തുനബി തങ്ങൾ വിളർത്തിയില്ലേ, വടിയെ പാമ്പാക്കിയില്ലേ മൂസാ നബി, മരിച്ചവരെ ഹയാത്താക്കിയില്ലേ ഈസാ നബി, പാറക്കല്ലിൽ നിന്നിട്ട് വട്ടകറ്റ പുറപ്പെടുവിച്ചില്ലേ മഹാനായ സ്വാലിഹ് നബി. അതെ, 40 ദിവസം അതല്ലെങ്കിൽ 40 ദിവസം അതല്ലെങ്കിൽ 36 ദിവസം കടലിന്റെ അടിയിലുള്ള മീനിന്റെ പള്ളിയിൽ കിടന്നിട്ട പോലും ഒരു പോരല പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടില്ല മഹാനായ സാഹിബ് ഹൂത്ത് യൂനുസ് നബി അലൈഹിസ്സലാം. അസാധാരണ സംഭവങ്ങളാ. ഞങ്ങളെ കൊണ്ട് കഴിയോ മരിച്ചോരെ ഈമാക്കാൻ? ജീവത്തിലുള്ളവനെ മരിപ്പിക്കുന്ന കാലം പിന്നല്ലേ മരിച്ചോനെ ഈമാക്കാൻ. നീ മരിക്കും, നീ പോയി, നിനക്കനി ജയിക്കും, നിന്നെ പോയി പോയി എല്ലാം തീർന്നു അല്ലേ. ഞങ്ങളെ അമ്മായി മാറങ്ങാൻ ആശുപത്രിക്ക് പോയാ മരിക്കാത്തവനും അല്ലേ.
അമ്മായി ഏളാമൊക്കെ മാമൊക്കെ ആശുപത്രി വന്നു. ഈ അമ്മായി ഇവിടെ പള്ളത്തൂറിന്റെ അല്ലേ അമ്മായി ബേജാറുണ്ട്. അപ്പൊ നിങ്ങളൊരു ചൂടായിരുന്നു, എന്നോട് ചൂടാ, ഞാൻ പോകും നിങ്ങളോട് ചൂടായിരുന്നു. നമ്മളെ പെണ്ണുങ്ങൾ മാത്രമല്ല ചിരിക്കേണ്ട ആണുങ്ങളും ഇപ്പൊ ആശുപത്രിക്ക് പോകുന്നല്ല അങ്ങനെ ഒരുതരം ഫാഷൻ അല്ലേ? സത്യം പറഞ്ഞാൽ രോഗി ആശുപത്രിക്ക് പോകുന്നത് ജ്യൂസ് കുടിക്കാനല്ലല്ലോ, ഇങ്ങനത്തെ മിണ്ടുന്നില്ല. ആശുപത്രിക്ക് പോണതിനാ ഷാർജ ഷേക്ക് കുടിക്കാനാ? അല്ലല്ലോ, രോഗികളെ കാണാനാണ്, മരുന്ന് വാങ്ങാനാണ് അല്ലേ? രോഗിയെ കാണുക എന്നത് ഇസ്ലാമിൽ ഏറ്റവും വലിയ സുന്നത്താണ്. ഇയാദത്തുൽ മരീദ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കൂലിയുള്ള സംഗതിയാണ്. രോഗി ആരാണെങ്കിലും കുടുംബ ബന്ധുവാകണമെന്നില്ല, ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിം എന്നാകണമെന്നില്ല. ആര് തന്നെയായാലും രോഗിയാണോ സന്ദർശിക്കല് സുന്നത്താണ്. സന്ദർശിക്കല് സുന്നത്തുണ്ട്. അയാളെ ആശ്വസിപ്പിക്കണം, സമാധാനിപ്പിക്കണം. അയാൾക്ക് വല്ല പൈസയോ മരുന്നോ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം. അയാൾക്ക് നീതി വരക്കണം. അതിനേക്കാളും പിന്നെ അയാളെ കൊണ്ട് നീതി വരക്കണം. കാരണം എന്തറിയോ? അയാളെ ദുവാക്ക് നിന്റെ ദുവാനേക്കാളേറെ മാത്രം. പടച്ചോനെ നിങ്ങളെ രോഗം അല്ലാഹു ശിഫയാക്കട്ടെ എന്ന് ഞാൻ അയാൾക്ക് ദ്വാരക്കുന്നതിനേക്കാളേറെ അള്ളാഹു നിങ്ങളെയും അത്തരം രോഗങ്ങളെ തൊട്ട് കാക്കട്ടെ എന്ന് അയാൾ പറയുന്ന ദുആക്ക് മാത്രമുണ്ട്. കാരണം എന്തറിയോ? ദഅവത്തുൽ മരീലി കദഅവത്തിൽ മലായിക ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ് ശഫീഉനാ റസൂലുള്ളാഹി. രോഗിയുടെ ദുആ മലക്കിന്റെ ദുആ പോലെയാ. രോഗിയുടെ ദുആ, രോഗിയായ മനുഷ്യന്റെ ദുആ, ഒരു വിശ്വാസിയായ മുസ്ലിമായ രോഗിയായ മനുഷ്യന്റെ ദുആ അതൊരു മലക്കിന്റെ ദുആ പോലെയാണ്. ആ ദുആക്ക് അടതടകളില്ല, ആ ദുആക്ക് മറകളില്ല, ആ ദുആക്ക് കർട്ടനുകളില്ല, ആ ദുആ തട്ടപ്പെടുകയില്ല. അതുകൊണ്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടും ദുആരക്കണം, അയാളെ കൊണ്ട് നിങ്ങൾക്കും ദുആരപ്പിക്കണം. അതിനാണ് ആശുപത്രിക്ക് പോകുന്നല്ലേ? ഇപ്പൊ പോകുന്നതിന് ഇപ്പൊ പോകുന്നെങ്ങനെ? ഇപ്പൊ ആശുപത്രിക്ക് പോകുന്ന 3.5 കിലോ ഓറഞ്ച്, 6 കിലോ ആപ്പിള്, 4 പെപ്സി, 3 ജിയോ സിമ്മ്. കുഞ്ഞുമാരുടെ ഇടയ്ക്ക് വിരുന്നിന് പോകുന്നല്ലേ? 6 കിലോ ആപ്പിള്. ഇവിടെ കഞ്ഞിന്റെ വെള്ളം പോലും കൊടുക്കാൻ കാലല്ലേ ഡോക്ടർ? ഈ ആപ്പിൾ ഓണില്ലോ 6 കിലോ. പെപ്സി, സഫ, മന്തി കൊണ്ടുപോകത്തല്ല കാത്ത്. ആശുപത്രിക്ക് പോകുന്ന പോലെ എന്തേ ശരിക്കും എന്താ പോകുന്നില്ല? ഒന്ന് പോയി നോക്കിയ തലകാരില്ലേ? അല്ലെങ്കിൽ ഒന്ന് കാരൽ ഹോസ്പിറ്റലിലാണ്, അല്ലെങ്കിൽ ഏതും ഒരു ഹോസ്പിറ്റലിലാണ് ഒന്ന് നിന്ന് നോക്കി എന്താ കയ്യിൽ എന്തിക്കൊണ്ട് വരുന്നുള്ളത്. ഒരു ഇഞ്ഞ പോകുമ്പോ 3 ജിയോ സിം, 3 ജിയോ. ഇത് 3 ഒന്നനക്ക് തന്നെ, പിന്നെ അയാൾക്കും അവിടെ കൂടെ ഉള്ളവനും. അത് ജിയോ എന്റെ അവിടെ ഫുള്ള് റേഞ്ച് ഉണ്ട്, അൺലിമിറ്റഡും അല്ലേ? ഹലോ, 4 ഉച്ചക്ക് ഞമ്മ എന്നിട്ട് പോയിട്ട് ഇരുന്നിട്ട് യാ റഹ്മാൻ ഞാൻ ഇത് പറഞ്ഞതിന് അറിയോ? ഞമ്മ രോഗികളെ മരിച്ചവരെ ഹയാത്താക്കിയവരാണ് മഹാന്മാർ. ഞമ്മ ജീവത്തിലുള്ളവരെന്നെ മരിപ്പിക്കുന്നു. ഇപ്പോ ഞമ്മ ജീവിച്ചിരിക്കുന്നവരെന്നെ മരിപ്പിക്കുന്നുണ്ട്. ഈ അമ്മായി പോയിട്ട് തന്റെ സൈഡിൽ നിന്നിട്ട്, അമ്മായി തന്റെ സൈഡില്, കുഞ്ഞമ്മ നടുവിന്റെ സൈഡില്, ഇയാളോള് കാലിന്റെ അടി, 3 ആള് 3 പെണ്ണുങ്ങോ. അങ്ങനെ ഇവർ പോയിട്ട് നോക്കുമ്പോ ഇയാൾ ഏകദേശം റെഡിയായി, അൽഹംദുലില്ലാഹ് ഉഷാറായി, സുഖായി, മരിക്കാൻ പോയിന്നല്ല, ഉഷാറായി. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എല്ലാം മാറ്റീന്, അയാള് പൈപ്പ് എടുത്തിന്, എല്ലാം എടുത്തിന്, ഗ്ലൂക്കോസിന്റെ കുപ്പി മാറ്റീന്, പിന്നെ മരുന്ന് ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്, മരുന്നെല്ലാം ഡോസ് കുറച്ചിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. പക്ഷെ അയാൾ ചെറിയൊരു മയക്കത്തിലാണ്. ഈ മയക്കായതുകൊണ്ട് അയാൾ ചെറിയൊരു കൂർക്ക വലിക്കുന്നുണ്ട്. ചെറുതിപ്പോ വലുതല്ല, ചെറുത് സിമ്പിളായി. ഇയാൾ അരപ്പതി കണ്ണിലാണ്, അരപ്പകുതി ബോധത്തിലുണ്ട്. ഇയാൾക്ക് ഇവിടെ അമ്മായിന്റെ തലയുടെ അട, നടുവിന്റെ അട, കുഞ്ഞുമുണ്ട്, കാലിന്റെ അട, ഓളും ഉണ്ട്, അറിയുന്നുണ്ട്. പറ്റ ബോധം പോയിട്ടൊന്നുമില്ല. പക്ഷെ എന്തോ ഈ കുളിയന്റെ പവറിലെന്നറിയില്ല, ചെറിയൊരു കൂർക്കം വലിയുണ്ട്. ഇതിനെ കേട്ടിട്ട് ഈ അമ്മ ഇല്ലെന്ന് പറഞ്ഞ തല്ലാടെ വന്നിട്ട് ഇതേ സൗണ്ട് എന്റെ ഉപ്പാവാക്കൊണ്ട് അയാളിങ് എന്നെ പോയി അവസാനം ഇതേ സൗണ്ട് എന്നെ പോയി. ഇത് കേട്ടങ്ങ് അയാൾ എന്തോ അല്ല, ഇത് ആടെ കേട്ടങ്ങ് അയാളപ്പനെ പോവല്ലേ. ഡോക്ടർ എല്ലാം പറഞ്ഞു ഇന്ന് ഡിസ്ചാർജ് ആവാൻ മയ്യത്തോണ്ടി ഒരു ആംബുലൻസ്. ചിരിക്കാൻ പറഞ്ഞല്ല. അപ്പൊ ഇതാണ് നമ്മളെ അവസ്ഥ അല്ലേ? എന്നാ മഹാന്മാർ അങ്ങനെയല്ല.
ചാകത്തിന് ജീവൻ നേടിച്ചോവർ ചാകും കീലേശത്തെ നന്നാക്കി വിട്ടോവർ. അതേ മഹാന്മാരതാൻ, അതേ അമ്പിയാക്കൾക്കുള്ള ഈ അസാധാരണ സംഭവങ്ങളുടെ പേരാണ് മോജിസത്ത്. അതേ സംഭവങ്ങള്, അതുപോലെയുള്ള കാര്യങ്ങള്, അത്തരത്തിലുള്ള അതിർപ്പിന് അസാധാരണ സംഭവങ്ങള്, അസാധാരണ പ്രവർത്തനങ്ങള് ഔലിയാക്കന്മാരിൽ നിന്നിട്ടുണ്ടാകുമ്പോ അതിന്റെ പേരാണ് കറാമത്ത്. രണ്ടും ഒന്നെ. ഒന്ന് വലിയവരായ നബിമാരായതുകൊണ്ട് അവരോടുള്ള ആദരവ് പരിഗണിച്ചോ, അവരിൽ നിന്നിട്ടുണ്ടാകുന്ന പ്രകടനങ്ങൾക്ക് പേര് വെച്ചത് മോജിസത്ത് എന്നാണ്. അതേ സമയത്ത് അവരോളം മഹത്വമില്ലാത്ത, അവരോളം സ്ഥാനപദവികളില്ലാത്ത, അവരെ പദവിയിലേക്ക് ഒരിക്കലും എത്താനില്ലാത്ത, എന്നാലും ഏറെ ആദരിച്ച ഔലിയാക്കന്മാർക്ക് അല്ലാഹു തആല അവരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമല്ലോ, അല്ലാഹു കൊടുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, അതിന്റെ പേരാണ് കറാമത്ത്. ഔലിയാക്കളെ കറാമത്തും അമ്പിയാക്കളെ മോജിസത്തും ഒന്നൻ. അപ്പൊ പേര് ചേഞ്ച് ആയ എന്തേ പറഞ്ഞല്ലോ ഞാൻ, നബിമാരായതുകൊണ്ട് വലിയവരാണ്, അപ്പൊ അതിന് മോജിസത്ത് എന്ന് പേര് വെച്ചു. മഹാന്മാർ ഔലിയാക്കന്മാരാണ്, കുറച്ചൊക്കെ താഴെപ്പടിയിലുള്ള രണ്ടാം ദർജയിലുള്ള സ്റ്റെപ്പിലുള്ളവരാണ്, സ്റ്റേജിലുള്ളവരാണ്. അപ്പൊ അവരിൽ നിന്നുണ്ടാകുന്ന കാര്യത്തിന് കറാമത്ത് എന്ന് പേര് വെച്ചു. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദ് തീകുണ്ടാരത്തിലെറിഞ്ഞില്ലേ? 4000 ആണ്ടുകൾക്ക് മുമ്പ് കത്തിജ്വലിക്കുന്ന തീകുണ്ടാരത്തിന്റെ നടുവിലേക്ക് മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതാ വലിച്ചെറിഞ്ഞപ്പോ പടച്ച തമ്പുരാനതാ തീകുണ്ടാരം ഒരു പുഷ്പമാക്കി മാറ്റിയില്ലേ, പൂന്തോപ്പാക്കിയില്ലേ, ഒരു എയർ കണ്ടീഷൻ ആക്കിയില്ല. പിന്നെ യാനാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു രോമത്തിനൊരു പോരല് പോലും ഏൽക്കാതെ ഇങ്ങോട്ടോക്കി നിങ്ങൾ ഈ കാറും ബസ് എന്തിനാ നോക്കുന്നത്? എത്ര കാറും ടയറൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, ഈ മഹാന്മാരുടെ കഥയല്ലേ ഈ പറഞ്ഞത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്കൊരു സ്വഭാവമാണ്, ഒരു ഈച്ച പാറിയാ മതി അതിനെ നോക്കി ആന പോലത്തെ എന്നെ ആരും നോക്കാം. ഈ സമയത്ത് ഒരു ഈച്ച, എത്ര ഈച്ച കണ്ടിയാമോ അല്ലേ, എന്നിട്ടും കൊതി തീർന്നിട്ട് ഇയാള്. ഓട്ടോറിക്ഷ 12 ഇയാൾക്ക്, എന്നിട്ട് ആ 3 ചക്രത്തിന്റെ ആ ചെറിയ വണ്ടി വന്നാൽ അതിനെന്നെ നോക്കി. എന്റെ അമ്മോ അദൃശ്യ ലോകത്ത് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ മജ്ലിസിനൊരു മഹത്വമുണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ, ഈ മജ്ലിസിനൊരു ബഹുമാനമുണ്ട്. ഇത് ശംസുൽ ശ്രദ്ധിക്കുന്ന മജ്ലിസാണ്. നമ്മളെ കൂടെ ഇല്ലെങ്കിലും എന്നും അവർ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് കാണുന്നില്ല, കാണില്ല. കാണണ്ട, ഞങ്ങളെ കണ്ണങ്ങനത്തെയാ, ഞങ്ങളെ കണ്ണതാ. പക്ഷെ അവരങ്ങനെയല്ലല്ലോ. ഖുലൂബുന്നാരി ഫീനലഹാ ഉയൂനു യറമാല തറാഹുന്നാലിറൂന. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ അൽഭാഗമെന്നോവർ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ തീകുണ്ടാരത്തിന്റെ നടുവിൽ വീണിട്ട്, മധ്യത്തിൽ വീണിട്ട് പോലും മഹാനരുടെ ഒരു രോമം പോലും കരിഞ്ഞില്ലല്ലോ. ആ തീകുണ്ടാരത്തിൽ നിന്ന്, തീന്റെ കൂമ്പാരത്തിൽ നിന്ന് പുഷ്പം പോലെ മഹാനരതാ പുറത്തേക്ക് ഇറങ്ങി വന്നുവല്ലോ. മഹാനരുടെ മുഅ്ജിസത്താണ് എന്നാ കേൾക്കണോ. മഹാനായ ഇമാം ഖൗലാനി മഹാനരെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. തീകുണ്ടാരത്തിൽ നിന്നിട്ട് മഹാനായ അബൂ മൂസൽ ഖവലാനി റളിയല്ലാഹു അൻഹു പുഷ്പം പോലെ ഇറങ്ങി വന്നു. ആ രംഗമറിഞ്ഞിട്ട്, ആ സംഭവം കേട്ടിട്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പോലും അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീ
കൂമ്പാരത്തിൽ നിന്ന് പുഷ്പം പോലെ പുറത്തു വന്നുവെങ്കിൽ അത് മഹാനരുടെ മോചിതത്താണ്. കാരണം നബിയല്ലേ അബൂ മൂസൽ ഖവലാനി റളിയല്ലാഹു അൻഹു ഈ കുണ്ടാരത്തിൽ നിന്ന് പുഷ്പം പോലെ പുറത്തു വന്നുവെങ്കിൽ മഹാനർക്കുള്ള കഴിവ്, അല്ലാഹു കൊടുത്ത സാധാരണ കഴിവ്, അത് കറാമത്താണ്. രണ്ടും ഒന്നാണ്. പക്ഷേ പോസ്റ്റ് നോക്കിയിട്ട് അല്ലാഹു പേര് മാറ്റിയതാണ്. പ്രവാചകന്മാരാകുമ്പോ അവരിൽ നിന്നുണ്ടാകുന്നതിനെ ബഹുമാനാർത്ഥം മുഅ്ജിസത്ത് എന്ന് പറയും. അത് ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ല, മരണപ്പെട്ട ശേഷവും ഉണ്ടാകും. മരണപ്പെട്ടതിന്റെ ശേഷവും അവർക്ക് കറാമത്തുണ്ടാകും. അന്ന മുഅ്ജിസത്തുൽ അംബിയാഇ വ കറാമത്തുൽ ഔലിയാഇ ലാ തൻഖതു ബഅദ മൗതിഹിം. ഇമാം റംലിയെ പോലെയുള്ള മഹാന്മാരൊക്കെ, സുന്നത്ത് ജമാഅത്തിന്റെ മഹാന്മാരൊക്കെ വിശദീകരിച്ച കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മഹാന്മാർ മരിച്ചാലും അവരുടെ കഴിവ് അവസാനിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ മരിക്കലോടുകൂടി കഴിവ് കൂടുന്നതാണ്. ഒരാൾ മരിക്കലോടുകൂടി അയാളെ കഴിവ് കൂടുന്നേ. അതെങ്ങനെ പറഞ്ഞാൽ എന്റെ ഇപ്പത്തെ ഈ നോട്ടം, എന്റെ സംസാരം, എന്റെ എല്ലാം, എന്റെ ഈ ബോഡി നിയന്ത്രിക്കുന്നു. എന്റെ ബോഡി കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ചേ എനിക്ക് കാണാൻ പറ്റൂ, അതിനനുസരിച്ചേ എനിക്ക് കേൾക്കാൻ പറ്റൂ, അതിനനുസരിച്ചേ എനിക്ക് നടക്കാൻ പറ്റൂ. മനസ്സിലാകുന്നുണ്ട്? അതേ സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ എന്റെ ബോഡി ഇല്ല. അത് ഫ്രീ ആയി, അതൊരു സ്പെഷ്യൽ സ്പേസിലായി, ഒരു നിശ്ചിത സ്പേസിലായി. അതിനെ നിയന്ത്രിക്കാൻ എന്റെ ശരീരമില്ല. ഇപ്പൊ എന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ എന്റെ ശരീരമുണ്ട്. അപ്പൊ എന്റെ ആത്മാവ് വിചാരിച്ചതുപോലെല്ലാം നടക്കാൻ കഴിയില്ല. എന്റെ ശരീരം എന്ത് പറയുന്നുവോ, എന്ത് ഇച്ഛിക്കുന്നുവോ അതുപോലെ നീങ്ങാനേ ആത്മാവിന് കഴിയൂ. അതേ സമയത്ത് മരിച്ചു കഴിഞ്ഞാലോ പിന്നെ ആത്മാവിന് നിയന്ത്രണമില്ല. അതാണ് നമ്മ ഈ കിനാവ് കാണുന്നത്. നമ്മ ഈ സ്വപ്നം കാണുന്നില്ലേ? ഇന്നോളം മുള്ളേരിയത്തൊക്കെ പോവാത്തവൻ സ്വപ്നത്തിൽ അബുദാബിക്ക് പോയി, ഉഗാണ്ടക്ക് പോയി, സ്വപ്നത്തിൽ ഉഗാണ്ടക്ക്, സോമാലിയക്കും പോയറും, പിണറായിന്റെ സൈഡിൽ പോയിട്ട് ഇരുന്നോറും, എല്ലാം സ്വപ്നത്തിൽ. എന്നോ മരിച്ചുപോയ അപ്പാനെ കണ്ടിട്ട് വരികയാ സ്വപ്നത്തില്, എളാപ്പാനെ കണ്ടിട്ട് വരികയാ, മക്കത്ത് പോയി വരികയാ, കോഴിക്കോട് ശംസുല്ലുലമാന്റെ മക്കാമിൽ സിയാറത്ത് ചെയ്തിട്ട് വരികയാ. എല്ലാം കിന. ഇതെങ്ങനെ നടന്നു? ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റല. ഒരുപാട് നിബന്ധനകൾ, കൺട്രോളുകൾ രാഷ്ട്രത്തിനുണ്ട്, എന്റെ തടിക്കുണ്ട്. എന്റെ തടി നിയന്ത്രിക്കുന്നു അതിനെ. പക്ഷെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ഒരാളുടെ ഉറക്കം അത് മരണമാണ്. ഒരാളുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ അതൊരു മരണമാണ്, ഒരു മരണം തന്നെയാണ് ഉറക്ക്. അതുകൊണ്ടല്ലേ ഉറക്കിൽ നിന്നിട്ട് ഉണരുമ്പോ, സുബഹിക്ക് ഉണരുമ്പോ ഞങ്ങൾ പറയേണ്ടത് എന്താ? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ. മരണത്തിന്റെ ശേഷം വീണ്ടും ഒരു ജീവിതം ഇട്ടു തന്ന റബ്ബേ, നിനക്കാണ് സ്തുതി. ഇത് ഉറക്കിൽ നിന്നിട്ട് എണീറ്റാ പറയണം. കാരണം ഉറക്കം ഒരു മരണമാ. ഒരാൾ ഉറങ്ങുമ്പോ അയാളെ ആത്മാവ് അയാളെ ശരീരത്തിൽ നിന്നിട്ട് ഇറങ്ങുന്നു, അത് സഞ്ചരിക്കുന്നു. നിയന്ത്രിക്കാനോ ശരീരമില്ലാത്തത് കൊണ്ട്, ശരീരം ഇവിടെ വറക്കിലായത് കൊണ്ട് ആത്മാവ് ഫ്രീ ആണ്. ഞങ്ങൾ ആത്മാവ് ഫ്രീ ആണ്. അതാണ് കടലും കടന്ന് അബുദാബിയിലെത്തിയത്. അതാണ് ഉപ്പാന സ്വപ്നത്തിലെ കാണാൻ പോയത്. അതാണ് പതിയടുക്കയിലേക്ക് പോയി വരുന്നത്. ആത്മാവ് സഞ്ചരിക്കുകയാ. ഇപ്പൊ കഴിവ് കൂടിയതാ കുറഞ്ഞതാ? കൂടിയതല്ലേ? ഫ്രീ ആയിട്ട് പോയിട്ട് വന്നില്ല ദുബൈക്ക്, അതും ഒരു മിനിറ്റിന്റെ ഉള്ളില്. അല്ലെങ്കിൽ പാസ്പോർട്ട്, എമിഗ്രേഷന്, കണ്ണൂരോ, തളിപ്പറമ്പ്, പയ്യന്നൂരോ, ഇന്റലിജൻസ് ബ്യൂറോ, എയർപോർട്ട്, ബജറ്റ്, അത് ഇത് ചെക്കപ്പ്, മണ്ണാങ്കട്ട പോയിട്ട് ആട് എത്തിയ ശേഷം അച്ചാറിന്റെ കുപ്പിന് കഞ്ചാവും. അല്ല, എന്തെല്ലാം നൂലാമാലകൾ, എന്തെല്ലാം നൂലാമാല. ഇതൊന്നും ആവശ്യമില്ല ഇതിന്. അപ്പൊ ഈ സൽപ്പി പറയലുണ്ടേ, നമ്മൾ ഈ വഹാബി ഉണ്ടല്ലോ, 8ഉം 18ആയിട്ട് പൊട്ടിയിട്ട് അവസാനം ഇവിടെ രക്ഷയില്ലാന്ന് തോന്നിയപ്പോ അങ്ങ് യമനിലേക്ക് ആട് മേക്കാൻ പോയി.
എന്തെല്ലാം വീട് അത് വീട് നമുക്ക് അതിനിപ്പോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ചർച്ച ചെയ്യാൻ നോക്കുന്നത് ഇല്ല. തൗഹീദ് ഇപ്പോഴും ശരിയായി. ബിൽഡിങ്ങിന്റെ വെച്ച ഡോർ ശരിയാവത്തല്ല. തൗഹീദ് എന്ത് തൗഹീദ്? അല്ലെങ്കിൽ തരലിന്റെ വാല തൗഹീദ് അല്ലെങ്കിൽ എന്ത്? തൗഹീദ് ശരിയായിട്ടാണ് ഈ കാലായിട്ട്. നവോത്ഥാനത്തിന്റെ 100-ാം ആണ്ട്, ഖുറാഫാത്ത് വിഭാവനം ചെയ്യാൻ വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത 100-ാം ആണ്ട്, മണ്ണാങ്കട്ട 100-ാം ആണ്ട്. തൗഹീദ് ഉറച്ചിട്ട് മുഞ്ഞാന്ന് വരെ കോഴിക്കോട് ലൈവാണല്ലോ, ലൈവല്ലേ, കേൾക്കുന്നുണ്ടല്ലോ, നാളെ പറയട്ടില്ലെന്ന്. ഈ അടുത്ത കാലത്ത് വരെ 2-3 കൂട്ടം പിന്നെ സൽഫി വർഗം, വഹാബികൾ, പുത്തൻവാദികൾ കോഴിക്കോട് വെച്ച് ഒരു ഹാളിൽ മീറ്റിംഗ് കൂടി. എന്തിനറിഞ്ഞ? തൗഹീദ് ഉറപ്പിക്കാൻ എങ്ങനെ ഒന്ന് ഫൈനൽ ആക്കിയതാ. അവസാനം തല്ലി പിരിച്ചിട്ട് മുമ്പത്തെ കാലം ഒന്ന് കൂടി, അഭിപ്രായം ഒന്നും കൂടി. അപ്പോൾ അവസാനം തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ തൗഹീദ് ഉറപ്പിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ ഏതായാലും പാർട്ടി പിന്നെ തല്ലാണ്ടിരിക്കാൻ നിൽക്കാം, തല്ലുകൂടാണ്ടിരിക്കാം. എന്തേ? തല്ലുകൂടും തോറും പാർട്ടിയുടെ തൗഹീദ് കൂടും. പണ്ടെടുത്ത ബോംബെക്ക് പോയിട്ടാകുമ്പോ പൊറോട്ട കൂടി കേട്ടിട്ട്, ബോംബെക്ക് പോയിട്ടാകുമ്പോ പൊറോട്ട കൂടിയ കഥ കേട്ടിട്ട് കേട്ടാന്ന്. ഇപ്പൊ അതെല്ലാം പറയേണ്ട സമയമല്ല. ഒരു ചങ്ങായി ബോംബെക്ക് പോയി, അവന് ഭാഷ അറിയില്ല, മലയാളിയാണ്. മലയാളം എന്ന് വെച്ചാൽ പക്ക മലയാളം. 3-ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ട് അവസാനം ഓനപ്പോ തന്നെ ഒരു ചങ്ങായി ഉണ്ട്, അതിന് ഓനും കൂട്ടിയിട്ട് ബോംബെക്ക് പോയല്ലോ. എന്താ കച്ചവടത്തിന്റെ നാട്ടിലൊന്ന് ക്ലച്ച് പിടിക്കുന്നില്ല എന്നായപ്പോ ബോംബെയിൽ പോയിട്ട് അവിടെ എത്തി. സുബ്ഹാനല്ലാഹ്, എത്തിയിട്ടാകുമ്പോ വയ്ക്കും നല്ലോണം വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഭാഷ? ഈന് ഭാഷ ഒന്നുമില്ലല്ലോ. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ തിന്നലുണ്ട്, പിന്നെ ഭാഷ എന്ത്? അങ്ങനെ ഹോട്ടലിൽ കയറിയപ്പോ അവിടെ കാണുന്നുണ്ടോ ക്ലാസിന്റെ ഉള്ളിൽ പൊറോട്ട. കേട്ടിട്ടുണ്ടാവും, കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതിനറിയോ, ഈ സലഫി വർഗത്തിന്റെ പണിയാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ വിഭാഗ്യത പറയുകയല്ല, പാർട്ടി പറയുകയല്ല, ഞാൻ ആ പാർട്ടി ഈ പാർട്ടി എന്ന് പറയുകയല്ല. അതിന്റെ ആവശ്യമില്ല. മഹാന്മാരെ കളവാക്കാൻ വേണ്ടി വന്നവർ, മഹാന്മാരെ ആക്രമിക്കാൻ വേണ്ടി വന്നവർ, മഹാന്മാരുടെ കറാമത്ത് നിഷേധിച്ചവർ, ശംസുൽ ഉലമ കാഫിരീങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞവർ, ഔലിയാക്കന്മാർക്ക് കറാമത്തില്ല എന്ന് പറഞ്ഞിട്ട് ധിക്കരിച്ചവർ, അതെ 4 ത്വരീഖത്തിന്റെയും ശൈഖാണെന്ന് ലോകം വിധി എഴുതിയ മൗലാ ഖണ്ണിയാല മൗലാ, ആ മഹാനരുടെ വലിയൊരു കറാമത്ത്, പരിശുദ്ധ മുഅ്മിനീങ്ങൾ അറിഞ്ഞ കറാമത്ത്, മഹാനരായ പണ്ഡിതൻ സിംസാറുൽ ഹഖ് ഹുദവി ഉസ്താദ് ഒരിടത്തങ്ങനെ പ്രസംഗിച്ചപ്പോ ആ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഒരു സലഫിയതാ ഫേസ്ബുക്കിൽ ഇടുന്നു. ഒരു സഈദ് ഇബ്നു ജോർജ് കേക്കട്ടെ അയാളും അയാൾക്കും കൂടിയിട്ട് മറുപടിയാണിത്. സിംസാറുൽ ഹഖ് ഹുദവി ഉസ്താദ് പ്രസംഗിച്ച ഈ ക്ലിപ്പിട്ടിട്ട് മഹാനായ കനിയാല മൗലയെ പരിഹസിക്കുന്നു, സിംസാറുൽ ഹഖ് ഹുദവി ഉസ്താദിനെ പരിഹസിക്കുന്നു. കനിയാല മൗല 12 ലക്ഷത്തിലേറെ മുരീദീങ്ങളെ മഹാനായ ശൈഖ് ശംസുൽ ഉലമ തങ്ങളെ ആദരിച്ച ശൈഖ്, ഇക്കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട മഹാനായ ശൈഖ്, പട്ടിക്കാട് മൗല എന്നും കനിയാല മൗല എന്നും പട്ടിക്കാട് അബ്ദുല്ലാജി എന്നുമൊക്കെ അറിയപ്പെട്ട മഹാനായ ശൈഖ്, സുബ്ഹാനല്ലാഹ്, അവരൊക്കെ ദീനറിയാത്തവരാണ്, ഖുറാഫികളാണ്, കുബൂരികളാണ്, മുശ്രിക്കീങ്ങളാണ് എന്നൊക്കെ ഈ സലഫി വർഗം ഇവിടെ പറയുമ്പോ മിണ്ടാതിരിക്കണോ കൂട്ടരെ? മിണ്ടാതിരിക്കണോ? ആരെയാ നിങ്ങൾ പരിഹസിക്കുന്നത്? ആരെ ഈമാനാ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? ആരുടെ കറാമത്താ നിങ്ങൾ നിഷേധിക്കുന്നത്? ഏത് മഹാന്മാരെയാ നിങ്ങൾ അവഹേളിക്കുന്നത്? ആരാണെന്ന് പഠിക്കണ്ടേ? ദീൻ എന്താണെന്ന് പഠിക്കണ്ടേ? മഹാന്മാർ ആരാണെന്ന് പഠിക്കണ്ടേ? മീറ്റിംഗ് കൂടുന്തോറും ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാൻ ഈ തൗഹീദ് പൊറോട്ടയാണോ? ഇവർ ഇങ്ങനെ മീറ്റിംഗ് കൂടാ, തൗഹീദ് ശരിയാക്കാൻ മീറ്റിംഗ് കൂടിയിട്ട് അവസാനം തല്ലും പിടിയായി, തൗഹീദ് പിന്നെ നേറായി. ബോംബെക്ക് പോയനെ പോലെ ബോംബെക്ക് പോയിട്ട് ചങ്ങയാടെ വിശന്നിട്ട് കൂട്ടുകാരന്റെ കൂടെ ഹോട്ടലിൽ കയറി. ഭാഗ്യത്തിന് അള്ള കാത്ത് ആടെ ഈ പിന്നെ നെയ്യപ്പം ഉള്ളി വെച്ച ഗോളി വെച്ച വെക്കുന്ന സ്ഥലമില്ല, അതിന്റെ പേര് ഫ്രിഡ്ജല്ല, ഫ്രിഡ്ജ് എല്ലാം ഉൾട്ടാണ്. റബ്ബിയുടെ ഇത് മീത്ത വെക്കണ്ട, താഴെ വെക്കണ്ട, മീത്തല്ല ഫ്രിഡ്ജ്. ഈ ഷോക്കേസിൽ ഇതെല്ലാം കണ്ടപ്പോ ഭാഗ്യത്തിന് ആടെ ഇയാൾ ആദ്യം കണ്ടത് ഞാൻ പൊറോട്ട.
പടച്ചറബ് കാത്ത് അള്ളാന്റെ ഭൂമിയിൽ പൊറോട്ടക്ക് എല്ലാ ഭാഷയിലും പൊറോട്ട തന്നെയല്ലോ. ഈ ഭാഷ അറിയാത്തവൻ ബോംബെക്ക് എത്തിയിട്ടാകുമ്പോഴും ആടെയും പൊറോട്ടക്ക് പൊറോട്ട തന്നെ. അപ്പൊ ആ ചങ്ങ പറഞ്ഞ് വിളിക്കാനറിയില്ല, ഇന്ത്യല്ല, ഈ മലയാളിയല്ലേ, മറ്റോനെ വിളിച്ച് പൊറോട്ട. ആ ചങ്ങായി പോയി 2 പ്ലേറ്റ് 2 പൊറോട്ട ഒന്ന് വെച്ചോ. ബിച്ചില് വേറൊന്നുമില്ല, പൊറോട്ട മാത്രം, 1 ഗ്ലാസ് വെള്ളം, കറി വേറെ വാങ്ങണം. അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്, ഇപ്പൊ സാധാരണ അങ്ങനെയാണ്. ആടെയും കറിയൊന്നുമില്ല, അതിന് കൂട്ടാനൊന്നുമില്ല. ഇത് കണ്ടപ്പോ ഈ ചങ്ങ പറഞ്ഞ ചാറ് കൊണ്ടാണ് ഓൻ വിചാരിച്ചതറിയോ, ചാറ് ചെല്ലെങ്കിൽ അവന്റെ വാസിൽ 4, ഈ പോത്തിന് ഇത് മതിയാവാല 2 4 കൊടുത്തിട്ട് പിന്നെ വെച്ച നന്നാല് 4 2 6 ഈനെ കണ്ടിട്ട് ഈ ചങ്ങായി നെറ്റിക്കൈ ഇതെന്തൊരു കഥ എന്നർത്ഥം. ഓന്റെ ഭാഷയിൽ 6 അല്ലേ, ഓൻ പിന്നെയും കൊണ്ട 6 വെച്ച 6 12. ചിരിക്കാൻ പറയാല്ല, ചിരിക്കരുത് നിങ്ങൾ ചിരിക്കാൻ പറയാല്ല. വഹാബിന്റെ തൗഹീദ് പറയാ, വഹാബിന്റെ തൗഹീദ് പറയാ. നാളിപ്പോ ഈനെ കളിപ്പിടും കണ്ടാ. വഹാബിന്റെ തൗഹീദ് പൊറോട്ട പറഞ്ഞിട്ട് കോമഡിയാക്കി. നിന്റെ തൗഹീദ് കോമഡിയാക്കാനേ ഉള്ളൂ, നിന്റെ തൗഹീദ് കോമഡിയാക്കാനേ ഉള്ളൂ. നിന്റേത് തൗഹീദല്ല. ഈ മഹാന്മാരതാ, ഷഹാദത്തിന്റെ കലിമ ചൊല്ലി മരണപ്പെട്ട ഈ മഹാന്മാരതാ, ഞങ്ങൾക്ക് നല്ല വഴി പറഞ്ഞു തന്ന ഈ മഹാന്മാരതാ, ഖറാഹത്ത് പോലും വരാതെ ശൂടിച്ച ഈ മഹാന്മാരതാ. 6 12 ഈനെ കണ്ടിട്ട് ആട്ട് പോട്ട് ചെല്ലി വിട്, വിഷയാക്കണ്ട. ആട്ടും ചെല്ലുമ്പോ അവന്റെ ഭാഷയിൽ 8 അല്ലേ, ഓൾറെഡി 12. അതിന്റെ മേലെ 9 കൊണ്ടു, പിന്നെ 8 12 8 20. ഈ 20 വരുന്നതിന്റെ ഇടയിൽ ഈ 12 വന്നിട്ടാകുമ്പോ ഈ ചങ്ങായി ഒരു ചങ്ങായി മറ്റേ ചങ്ങായി ഉണ്ടല്ല, ഓ മൂത്രിക്കാൻ പോയിട്ടുണ്ടേ, മൂത്രിക്കാൻ പോയി. ഓന് ഈ 12 ഒന്നോളം കൊണ്ടാണ്, 12 പേരോടത്തോളം കൊണ്ടാണ്. അതിന്റെ പിന്നെ 8 വരുമ്പോ പോയില്ലേ, ഓ മൂത്രിച്ചിട്ട് വരുമ്പോ പിന്നെ 8 കാണുന്നു, വലിയ അട്ടിയായി. ഓൻ കെട്ടി എന്താ മതി ഇത് കട്ടി. അപ്പൊ ചൊല്ലി മുണ്ടിങ്ങ പൊറോട്ട വരുന്നത്, മുണ്ടിങ്ങ പൊറോട്ട വരുന്നത് അങ്ങനെ വന്നോണ്ട്. ഈ കഥയറിയാത്തവൻ തുള്ളിയതുപോലെ, ആട്ടം തുള്ളിയതുപോലെ, ഭാഷയറിയാത്തവന്റെ മുമ്പിൽ പൊറോട്ടന്റെ അട്ടി കൂടിയതുപോലെ, സുബ്ഹാനല്ലാഹ്, മതമറിയാത്ത വഹാബിക്ക് തൗഹീദും കൂടുന്നു. മഹാന്മാരെ അവഹേളിച്ചപ്പോ, മഹത്തുക്കളെ അവഗണിച്ചപ്പോ, പാരമ്പര്യത്തെ ചോദ്യം ചെയ്തപ്പോ, പവിത്രമായ പൈതൃകത്തെ ചോദ്യം ചെയ്തപ്പോ, അല്ലാഹുവിന്റെ ദീനറിഞ്ഞ മഹത്തുക്കളെ ഖുറാഫികളാക്കിയപ്പോ, സുബ്ഹാനല്ലാഹ്, വഹാബിന്റെ തൗഹീദ് 8 പൊട്ടി. കേക്കണേ, നല്ല പോലെ കേക്കണേ. അതേ, ആ മഹാന്മാർ മരിച്ചുപോയാൽ കഴിവ് കൂടുകയാണ് സഹോദര, കറാമത്ത് കൂടുകയാണ്, കഴിവ് കൂടുകയാണ്. ഉദാഹരണം പറഞ്ഞാണ് ഞങ്ങളെ വർക്ക്. കേട്ടില്ല, തിരിഞ്ഞില്ല. ഒന്നും കൂടി പറയാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാ. ബദർ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് കൊല്ലപ്പെട്ട ശത്രുക്കളുടെ മുശ്രിക്കീങ്ങളുടെ ശവശരീരം കൊണ്ടുവന്ന ഒരു പൊട്ടക്കണലിട്ടു. നിങ്ങൾ അറിഞ്ഞാൽ ബുഖാരിയാണിത്. ബുഖാരി എന്ന് പറഞ്ഞാല് ഡൽഹി ഇമാമിന്റെ വാപ്പാന്റെ പേരല്ല ബുഖാരി. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാ പിന്നെ കണ്ണടച്ച് വിശ്വസിക്കണം ബുഖാരി. ഖുർആൻ കഴിഞ്ഞാ പിന്നെ കണ്ണടച്ച് വിശ്വസിക്കണം ബുഖാരി. ബുഖാരിയിൽ ലൈഫില്ല, ബുഖാരിയിൽ കളവില്ല. ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരിയാണത്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോക വിശ്വാസികളുടെ പ്രമാണമാണത്. ആ ബുഖാരിയിൽ ഒരു ഹദീസുണ്ട്. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മുശ്രിക്കീങ്ങളുടെ ശവശരീരം, മൃതശരീരം, ഡെഡ് ബോഡി, മയ്യത്തുകൾ എല്ലാം കൊണ്ടുവന്നിട്ട് ഒരു പൊട്ടക്കിണറിലിട്ടുവല്ലോ. ആ സമയത്തിട്ട് മുസ്തഫായ നബി തങ്ങള് ആ പൊട്ടക്കിണറിന്റെ അരികിൽ നിന്നിട്ട് ഒട്ടക്കിണറിലേക്ക് ഇടപെട്ട കൊല്ലപ്പെട്ട മുശ്രിക്കീങ്ങളുടെ ഡെഡ് ബോഡി നോക്കിയിട്ട്, ശവശരീരം നോക്കിയിട്ട് പൊന്നാര നബി തങ്ങള് സംസാരിക്കുകയാ, വേണായിരുന്നോ ഇത്? എന്റെ റബ്ബ് എനിക്ക് ചെയ്ത വാഗ്ദാനം മുഴുവനും ലഭിച്ചോ? നിങ്ങൾക്ക് ആഗ്രഹിച്ചത് കിട്ടിയോ? ഇല്ലല്ലോ. എത്ര തവണയാ നിങ്ങളെ ഞാൻ ക്ഷണിച്ചത്? തള്ളിക്കളഞ്ഞില്ല, അവഗണിച്ചില്ല, പരിഹസിച്ചില്ല. എങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടത് കിട്ടിയോ? ഇല്ല. എനിക്ക് വാഗ്ദാനം നൽകപ്പെട്ടതെല്ലാം ലഭിച്ചോ? മുസ്തഫ
നബി തങ്ങൾ ആ ശവശരീരങ്ങൾ നോക്കിയിട്ട് പറയുമ്പോ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പൊന്നാര നബി തങ്ങളെ പിന്നിൽ നിന്നിട്ട് ചോദിക്കുകയാ, നബിയേ ശവശരീരങ്ങളോടാണോ നിങ്ങൾ മിണ്ടുന്നത്? മരിച്ച മയ്യത്താണ് നബിയെ, മൈതാനിലല്ല, പൊട്ടക്കിണർ നോക്കിയിട്ടാ മിണ്ടുന്നേ. സത്യത്തിൽ ഇതൊരു വഹാബി ചോദ്യമാണ്. ഇനി ഭാവിയിൽ ഒരു വഹാബി ചോദിക്കും, മരിച്ചവരോടാണോ മിണ്ടുന്നത്, ഓർ കേൾക്കുവോ എന്ന് ചോദിക്കുന്ന ചോദ്യം മുൻകൂട്ടി എറിഞ്ഞ മഹാനായ ഉമർ നബി തങ്ങളോട് ചോദിച്ചു. മുർലാന് വഹാബി അല്ല, വഹാബിയായിട്ട് ചോദിച്ചതുമല്ല, ഈ പൊട്ടം വഹാബി ഭാവിയിൽ ഇങ്ങനെ ചോദിക്കാൻ ഇടയുണ്ട്. മഹാന്മാർ അങ്ങനെയാണല്ലോ, അവർ മുൻകൂട്ടി അറിയും, കാര്യങ്ങൾ അറിയും, അതാണ് മഹാന്മാർ. ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചു, അല്ല നബിയെ മരിച്ചവരാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അവർ കേൾക്കുമോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഉമറേ ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങള് അവർ കേട്ടത്ര പോലും നീ കേട്ടിട്ടില്ല. എന്റെ ചാരത്ത് എന്റെ പുതുകിൽ ഒട്ടി നിന്ന് എന്റെ നേരെ പുറകിൽ നിന്നിട്ട് ഞാൻ പറയുന്നത് നീ കേട്ടുവല്ലോ. എന്നാലും ആ കേട്ടത് അവർ കേട്ടത്ര പോലും ആയിട്ടില്ല. നിന്നെക്കാളേറെ അവർ കേട്ടു. മരിച്ചവർ കേൾക്കും കേട്ടോ. അവരെത്ര പോലും നീ കേട്ടിട്ടില്ല പറയാൻ കാരണം എന്താ? നിന്റെ കേൾവിക്ക് നിയന്ത്രിക്കാൻ ശരീരമുണ്ട്, അവിടെ നിയന്ത്രിക്കാൻ ശരീരമില്ല, ആത്മാക്കള് മാത്രമാ. അവൻ മരിച്ചു കഴിഞ്ഞാ കഴിവ് കൂടുകയാ, കുറയുകയല്ല. ഇന്ന മൂജിസത്തൽ അംബിയായി വ കറാമത്തൽ ഔലിയാ ലാ തൻഖതിഉ ബഅദ മൗതിഹിം. ഇല്ല, അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവരുമാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ആ മഹാന്മാർക്ക് അല്ലാഹ് കറാമത്ത് കൊടുക്കുന്നുണ്ട്. അവർ മുഖേന ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് വെളിവാകുന്നുണ്ട്. വെളിവായില്ലെങ്കിലും അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാ. എന്നെ കറാമത്തുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ ഔലിയാക്കന്മാരാണോ സ്വാലിഹീങ്ങളാണോ അവരോട് നല്ല ബന്ധം വെച്ച് പുലർത്തണോ, അവരെ വിരിശം വെക്കണോ, അവരെ ഇഷ്ടപ്പെടണോ, അവരെ മേലെ യാസീൻ ഓതണം, അവരെ മേലെ ഫാത്തിഹ ഓതണം, അവരെ മേലെ ദാനം കൊടുക്കണം, ധർമ്മം കൊടുക്കണോ, അവരെ സിയാറത്ത് ചെയ്യണോ. എന്തിനറിയുമോ? അൽ മർഉ മഅ മൻ അഹബ്ബ. എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അൽ മർഉ മഅ മൻ അഹബ്ബ അൻത മഅ മൻ അഹ്ബബ്ത. ശഫീഉനാ റസൂലുള്ളാഹി. അവരെ ഇഷ്ടപ്പെടണം, അവരെ വിരിശം വെക്കണം. അവരെ വിരിശം വെച്ചാളാ മഹബത്ത് തന്നെ വലിയൊരു ഇബാദത്താണ് നമുക്ക്. അവരോടുള്ള മഹബത്ത്, അവരോടുള്ള സുഹബത്ത്, അവരുമായിട്ടുള്ള സമ്പർക്കം, അവരുമായിട്ടുള്ള നല്ല ബന്ധം, അവരുമായിട്ടുള്ള വിരിശപ്പാട്, അവരിലേക്ക് ഓതുന്ന യാസീനും ഓത്തും ബൈത്തോ, അവരെ പേരിൽ കൊടുക്കുന്ന ദാനവും ധർവവും, ഇതൊക്കെയും നാളെ നമുക്ക് ഇബാദത്താണ്. ദുനിയാവിൽ ഒരുപാട് ഗുണമുണ്ട് നമുക്ക്, നാളെ പരലോകത്തും നമുക്ക് ഗുണമുണ്ട്. ആ മഹാന്മാരെ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടമുണ്ട്. ചോദിക്കാം അവരോട്. ചോദിച്ചത് കൊണ്ട് മാത്രം ഔലിയ അള്ളയാകുന്നില്ല. ബദരീങ്ങളെന്ന് വിളിക്കാം, ഷേഖെന്ന് വിളിക്കാം, ശംസുൽ തങ്ങളെന്ന് വിളിക്കാം. ഉമ്മന്ന് വിളിക്കുന്നില്ലേ? കെട്ടിയോളെ കഞ്ചൂന്ന് വിളിക്കുന്നില്ലേ? കഞ്ചു വിളിക്കാന്ന് ആരും കേട്ടില്ല. അവൻ വിളിക്കാൻ കണക്ക് പോയില്ല. കഞ്ചു ഇല്ലേ? പിന്നെ ബദരീങ്ങളെന്ന് വിളിക്കുന്നതിന് എന്താ പ്രശ്നം? അല്ല, അവർ മരിച്ചു പോയില്ലേ? മരിച്ചെങ്കിലേ അല്ല, അവർ കേൾക്കുമെന്ന് അറിഞ്ഞിട്ടില്ല വിളിക്കുന്നത് ആണ്. അതുകൊണ്ട് പിന്നെ ഔലിയാവേലെ ശംസുൽ തങ്ങൾക്ക് കണ്ണും മൂക്കും കയ്യും കാളും എല്ലാം ഇല്ലേ?
ശംസുല്ലമ്മ പെണ്ണെട്ടിട്ട്, ശംസുല്ലമ്മ മറക്കിരുന്നിട്ട്, ശംസുല്ലമ്മ നിസ്കരിച്ചിട്ട്, ശംസുല്ലമ്മ നടന്നിട്ട്, ശംസുല്ലമ്മ ഉറങ്ങിയിട്ട്. അപ്പൊ മനസ്സിലായില്ല പൊട്ട, അത് ഔലിയ അല്ല, ഔലിയാണ്. കേട്ടത് കൊണ്ട് മാത്രം ഒരാൾ അള്ളയാന്നാണ്. അത് മനസ്സിലായില്ല. ഒരാളെ വിളിച്ച പാട് ഒരാൾ ഔലിയ അള്ളയാകുമോ? അവർ കേൾക്കും, അത് അവരുടെ കഴിവല്ല, അത് അവരുടെ കഴിവല്ല, അല്ല കൊടുത്ത കഴിവാണ്. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ് വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. എല്ലാം അല്ല കൊടുത്തതാണ് അവർക്ക്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ തരണേ, നിങ്ങൾ ഞങ്ങളെ നോക്കണേ എന്ന് ഞങ്ങൾ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് തന്ന കഴിവ് കൊണ്ട് നോക്കണേ എന്നാണ്. അല്ലാഹു നിങ്ങൾക്ക് തന്ന കഴിവ് കൊണ്ട് നൽകണേ എന്നാണ്. അവിടെയെല്ലാം ഞങ്ങൾ എല്ലാം മഖ്സൂദും അല്ലാഹുവാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മത്ലൂബ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്. അല്ലയാണ്, എല്ലാ മഖ്സൂദും അല്ലയാണ്. ഉമ്മയോട് ചോറ് ചോദിച്ചാലും, ഔലിയ മഹാനരോട് ചാറ് ചോദിച്ചാലും, ഡോക്ടറോട് മരുന്ന് ചോദിച്ചാലും, ശംസുല്ലമ തങ്ങളോട് വിഷമം പറഞ്ഞാലും എല്ലാം സത്യത്തിൽ അത് അല്ലാഹുവിനോടുള്ള ചോദ്യമാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. എല്ലാം അല്ലാഹുവിനോടാണ്. ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കാം, മരിച്ചവരോട് ചോദിക്കാൻ പാടില്ല. ഇതിനെന്താ അർത്ഥമുള്ളത്? ഇതെന്ത് തൗഹീദ്? ഇതെന്ത് തൗഹീദ്? മനസ്സിലായിട്ട് ഞങ്ങൾക്ക് എന്തേ മരിച്ച പിന്നെ എല്ലാം പോയിന്നാ? എല്ലാം പോയിട്ട് എല്ലാം തുടങ്ങുന്നതാണ്. മനസ്സിലാ, മരിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ ശക്തി കൂടുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ പവർ കൂടുന്നതാണ്. നീ മനസ്സിലാക്കി എടുത്ത് പഠിച്ചു. ജീവിച്ചിരിക്കുന്നവരായാലും മഹാന്മാർക്ക് അല്ലാഹു മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കണം. മഹാന്മാർക്ക് കൊടുക്കണം. ഉസ്താദെ, അപ്പൊ കഴിവ് തന്ന ഞങ്ങളും കാണേലേ? കഴിവ് തന്ന ഞങ്ങൾക്കും അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. പിന്നെന്താ ഞങ്ങൾക്ക് കഴിയുന്നില്ല? നീ മഹാനല്ല, നീ മഹാനല്ല. നീ മഹാനാണെന്ന് നിനക്ക് കിട്ടണം. നീ അല്ലാഹുവിനെ അറിഞ്ഞവനാണോ? എന്നാൽ അല്ലാഹു നിന്നെ അറിയും. ഫദ്കുറൂനി യദ്കുറുക്കും. എന്നെ അറിഞ്ഞോ എന്നാ ഞാൻ നിന്നെ അറിയും കേട്ടോ. ഖാലല്ലാഹു അസ്സ വജൽ. അവ ജീവിച്ചിരിക്കുമ്പോ അവരെ യാസീൻ ഓദിക്കോ, ഫാത്തിഹ ഓദിക്കോ, സന്ദർശിച്ചോ, ദുആരപ്പിച്ചോ. മരിച്ചുപോയവരാണോ? പിന്നെ ദുആരുന്നോ? അവിടെ ചെന്നിട്ട് ദുആരുന്നോ? അവരെ മേലെ യാസീൻ ഓദിക്കോ, ഫാത്തിഹ ഓദിക്കോ, അവരെ തവസ്സുലാക്കിയിട്ട് ദുആരപ്പിച്ചോ, ദുആരുന്നോ? അവരെ മുൻനിർത്തിയിട്ട് ദുആരുന്നോ? അവരെ പേരിൽ ദാനധർമ്മങ്ങൾ കൊടുത്തോ? ഞങ്ങൾക്ക് ശംസുല്ലമാനെ വലിയ പിരിച്ചു ഉസ്താദ്, ഞങ്ങൾക്ക് ബദരീങ്ങളോടെല്ലാം വലിയ ഇഷ്ടം ഉസ്താദ്. ഞാൻ എപ്പോ ദ്വാരക്കുന്നു അവരെ മേലൊരു ഫാത്തിഹ ഓതാണ്ട് ദ്വാരക്കളേ ഇല്ല ഉസ്താദ്, അത്രക്കും പിരിച്ചു ഉസ്താദ്. എന്നിട്ട് എന്തു കിട്ടുന്നില്ല ഉസ്താദ്, ഒരു ഗുണവും കിട്ടുന്നില്ല. അതിന്റെ കയ്യിലിരിപ്പ് അങ്ങനെ ആയിട്ട്. ഇനി മഹാന്മാരെ ദൂരം, മഹാന്മാരെ അവർക്കൊന്നും കഴിയുന്നില്ല, അവരൊന്നും തരുന്നില്ല. അവരെന്നെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും വേണ്ട. നീ അവരുമായിട്ട് ആ നിലക്കുള്ള ബന്ധത്തിലില്ല. നിന്റെ കണക്ട് അത്ര കണ്ട് പോരാ. നീ സങ്കടവന്താക വെങ്കട്ടരമണ. നമുക്ക് അല്ലേ? നിങ്ങൾ നോക്കി, കിണർ തോണ്ടിയിട്ട് ബോറ് കുഴിച്ചിട്ട് പെട്ടെന്ന് 3 കോളിൽ തന്നെ വെള്ളം കിട്ടുമെന്ന് അങ്ങനെ എഞ്ചിനീയറോ പിന്നെ കുഴി കുത്തിയ ആളോ പറഞ്ഞാൽ യാസീനും ഇല്ല, ബദരീങ്ങളും ഇല്ല, ഖിളറും മൗലൂദും. അതേ സമയത്ത് അതെല്ലാം അങ്ങനെ പോയിട്ട് ഏകദേശം 9 കോളെത്തി 10 എത്തി, വെള്ളമില്ല, പൊടി വാർന്നു, എന്തുമില്ല, ബേജാറായി. അപ്പൊ എഞ്ചിനീയർ വന്നിട്ട് ഒരു പ്രതീക്ഷയില്ല എന്ന് ചെല്ലുമ്പോ ഈ ചങ്ങായി നേർച്ചാക്കാത്ത ബദരീങ്ങളില്ല. സങ്കട വന്താക വെങ്കട്ടരമണ. എന്റെ മിന്നെന്തെല്ലാം യാസീനെ കുത്തുമ്പോളെ ഈ കുഴി കുത്തും ആരംഭിക്കുമ്പോളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയത്ത് വെക്കുമ്പോളെ എന്റെ ബദരീങ്ങൾ ഓർക്കാഞ്ഞേ, എന്റെ ബദർ മൂലം നേർച്ചാക്കാഞ്ഞേ, ലാസ്റ്റ് ഫൈനൽ എന്ത്? അപ്പൊ അങ്ങനല്ല, എപ്പോഴും വേണം ആ മഹാന്മാരോട് നിന്റെ ബന്ധം എങ്ങനെയാണോ
അതിനനുസരിച്ചിട്ടുണ്ടാവും അവർ നിന്നിട്ടുള്ള റിയാക്ഷൻ. നീ ഇങ്ങനെ കദ്രി പാർക്കിലേക്കോ സിസിക്കോ അല്ലെങ്കിൽ മാനസക്കോ ടൂർ പോയതുപോലെ ശംസുലുലമാന്റെ മക്കാമിലേക്ക് ടൂർ പോയത് കൊണ്ടൊന്നും വലിയ ഗുണമൊന്നും കിട്ടാൻ. നിന്റെ പൈസയും പെട്രോളും പോയി നല്ല ഇത് സിസിക്ക് സിസിക്ക് പിന്നെ ശംസുലുലമാൻ 2 ദിവസം പോ സിസിയിൽ ഓസിക്കിട്ട് വിചാരിച്ചു. എന്നാ പിന്നെ ആടെയും ഓസിക്കിട്ട കാണേ അതിന്റെ മട്ടം പോലെ പോ. അവരെ മട്ടം പോലെ പിരിശം വെച്ചോ. മഹാനായ ഔറംഗസീബ് ചക്രവർത്തി പേടിക്കണ്ട റളിയല്ലാഹു അൻഹു മുഗൾ സാമ്രാജ്യം ഭരിച്ച മഹാന. 800 കൊല്ലം ഇന്ത്യ ഭരിച്ചവരാണല്ലോ മുഗൾ ചക്രവർത്തിമാർ. അതിൽ ഏറ്റവും നല്ല നീതിമാനായ സച്ചരിതനായ സ്വാലിഹായ ഭരണാധികാരിയാണ് ഔറംഗസീബ്. സുബ്ഹാനല്ലാഹ്. എപ്പോഴും ഇടക്കിടക്ക് സൗകര്യം കിട്ടുമ്പോ അജ്മീറിന്റെ മണ്ണിൽ അന്തി ഉറങ്ങുന്ന ഖാജാ തങ്ങളെ സിയാറത്തിന് വരും. അജ്മീർ ഖാജാന്റെ മക്കാമിലേക്ക് വരും. മുഗൾ ചക്രവർത്തിയാണ്, രാജാവാണ്. എന്നിട്ട് പോലും യഥാർത്ഥ രാജാവായ ഇന്ത്യയുടെ സുൽത്താനായ മഹാനായ ഖാജാ തങ്ങളെ സിയാറത്തിന് വരിക പതിവാണ്. അങ്ങനെ വരുമ്പോ ഒരവസരം അതാ ആ ഔറംഗസീബ് ചക്രവർത്തിയും തന്റെ പരിവാരങ്ങളും രാജദർബാറിൽ നിന്നിട്ട് അജ്മീർ ഖാജാന്റെ ദർബാറിലേക്ക് സിയാറത്തിന് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് അവിടെ അതാ 2 കണ്ണിനും കാഴ്ചയില്ലാത്തവരാള് നിൽക്കുന്നു. അയാളതാ മുമ്പിൽ ഒരു തുണി വിരിച്ചിട്ടുണ്ട്, ഒരു ടവല് വിരിച്ചിട്ടുണ്ട്. ആ കണ്ണ് കാണാത്ത അന്ധനായ കുരുടനായ മനുഷ്യൻ ഖാജാ തങ്ങളോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഖാജാ കണ്ണ് തരണേ, ഖാജാ എന്റെ കണ്ണിന് കാഴ്ചയില്ല, യാ ഖാജാ കണ്ണിന്റെ കാഴ്ച തരണേ. ഖാജാ തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. യഥാർത്ഥ വിശ്വാസി അങ്ങനെ പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം യഥാർത്ഥ വിശ്വാസി, ശരിക്കുള്ളൊരു മുഅ്മിൻ, ശരിക്കുള്ളൊരു സുന്നി അങ്ങനെ പറയുന്നെങ്കിൽ ഖാജാ കണ്ണ് തരണേ എന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം അല്ലാഹ് തരുന്ന കഴിവ് നിങ്ങൾക്ക് അപാരമാണ്. ആ കഴിവിന്റെ കാരണമായി, ആ കറാമത്ത് മുഖേന, ആ ഒരു കഴിവ് മുഖേന നിങ്ങൾ എനിക്ക് കാഴ്ച തരണേ. അല്ലാണ്ട് നിങ്ങൾ അല്ലാഹ്യിട്ട് തരണമെന്നല്ല. ആ വിശ്വാസം ഞങ്ങൾക്കുണ്ടാ? ഇവിടെ വഹാബി പറയണ അങ്ങനെ. വഹാബി പറയുന്നത് നിങ്ങൾ അവരെ വിളിക്കുന്ന അള്ളാൻ തന്നെ. ആരെ നിങ്ങൾ ബദ്രീങ്ങളെ വിളിക്കുന്ന അള്ളാൻ കരുതി തന്നെ. നിങ്ങൾ മമ്പുറം ഞങ്ങളെ വിളിക്കുന്നത് അത് അള്ളാഹി തന്നെ വിളിക്കുന്നത്. ചങ്ങായി ഞാൻ മരിച്ചിട്ടില്ല ഞാനാ പറയുന്നത്. പിന്നെ ഡോക്ടറിന് പറയണം മരിച്ചിട്ട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ മരിച്ചിട്ടില്ല. അപ്പൊ ഡോക്ടർ ആടെ കൂടക്കല വയറിട്ടിട്ട് നാട്ടുകാരോട് പറഞ്ഞു ഇയാൾ മരിച്ചിരുന്നു. ഞാൻ ഇടക്കിടക്ക് പറഞ്ഞാൽ മരിച്ചിട്ട വായി. അല്ല നീ മരിച്ചില്ല, ഞാൻ ഡോക്ടറല്ല. നല്ല കഥ. ജീവിതത്തിൽ ഞാനാ പറഞ്ഞ ഞാൻ മരിച്ചിട്ടാന്ന്. എന്റെ വിശ്വാസം ഞാനല്ല പറയേണ്ടി, എന്റെ വിശ്വാസം നീയാ പറയേണ്ടിയത്. എന്റെ വിശ്വാസം പറയേണ്ടത് ഞാനാ. എന്റെ വിശ്വാസം ആ മഹാന്മാർക്ക് അള്ള കൊടുത്ത കഴിവ് കൊണ്ടവർ തരും. അതാണ് ഈ ചക്രവർത്തി ഔറംഗസീബ് തങ്ങള് അവിടെ ചെല്ലുമ്പോ ഖാജാന്റെ ദർബാറിൽ വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നു, ഖാജ അയാൾ കണ്ണ് കാഴ്ചയില്ല, അയാൾ അങ്ങനെ ചോദിക്കുന്നു. ഔറംഗസീബ് ചക്രവർത്തി ഇയാളെ ശ്രദ്ധിച്ചു. കാരണം മുമ്പത്തെ വരവിന്റെ സമയത്തും ഇയാൾ ഇവിടെയുണ്ട്, അതിന്റെ മുമ്പത്തെ വരവിലും ഇയാൾ ഇവിടെയുണ്ട്. ഇതേപോലെ ഖാജാ കണ്ണ്, ഖാജാ കണ്ണ്, ഖാജാ കണ്ണ്, കണ്ണിന് കാഴ്ച, കണ്ണിന് കാഴ്ചയില്ല, കാഴ്ച തരണേ. ഇയാള് നാളേറെയായി വർഷങ്ങളായി ചോദിക്കുകയാണ്. ഔറംഗസീബ് അത് ശ്രദ്ധിച്ചോ? ഔറംഗസീബ് ശ്രദ്ധിച്ചോ? അയാളെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അല്ല എന്താണിത് കാര്യം, എന്താണിത് കാര്യം, എന്താണിത് കാര്യം? അയാൾ പറഞ്ഞു, എന്റെ കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് 2 കണ്ണിനും കാണാമേല, ഞാൻ അന്ധനാൻ, കുരുടനാൻ, എനിക്ക് ഖാജാ കണ്ണ് തരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ ഖാജയോട് കണ്ണ് ചോദിക്കുകയാണ്. ഔറംഗസീബ് ചോദിച്ചു, എത്ര കാലമായി ഇവിടെ നിന്നിട്ട് ഖാജയോട് കണ്ണ് ചോദിക്കുന്നു? എത്ര കാലമായി, എത്ര കാലമായി? ആ സമയത്ത് അയാൾ പറഞ്ഞു, ഒരുപാട് കൊല്ലമായി, ഒരുപാട് വർഷമായി. മഹാനായ ചക്രവർത്തി ഔറംഗസീബ് ചോദിച്ചു, അതെ ഇത്ര കാലം ഇവിടെ നിന്നിട്ട് ഖാജയോട് കണ്ണ് ചോദിച്ച, ഇത്ര വർഷം ഇവിടെ നിന്നിട്ട് ഖാജാനോട് കണ്ണിന് വേണ്ടിയിട്ട് തേടിയിട്ട് കണ്ണിനൊരു മാറ്റവുമില്ലേ, കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയില്ലേ, നിന്റെ ആഗ്രഹം സഫലമായില്ലേ? ഇല്ലേ. ആ സമയത്ത് അയാൾ
എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ല. ആ സമയത്ത് ഔറംഗസീബ് ചക്രവർത്തി അയാളോട് പറഞ്ഞത് എന്തറിയോ? എന്നാ ഒരു കാര്യം ചെയ്യണം നീ, ഒരു കാര്യം ചെയ്യണം നീ. കേൾക്കണമിത് രാജാവ് അയാളോട് പറഞ്ഞത് എന്തറിയോ? ഒരു കാര്യം ചെയ്യണേ, ഞാനതാ ദർബാറിലേക്ക് സിയാറത്തിന് കയറുകയാണ്. ഖാജാന്റെ കാൽച്ചുവട്ടിൽ ചെന്നിട്ട് ഞാൻ സിയാറത്ത് നടത്തുകയാണ്. ഞാൻ അവിടെ സിയാറത്ത് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോ നിന്റെ കണ്ണിന് ഇവിടെ കാഴ്ച കിട്ടണോ? ഇത്ര കൊല്ലമായില്ലേ നീ ഇവിടെ നിന്നിട്ട്? ഇത്ര കൊല്ലം ഖാജാനോട് കണ്ണ് ചോദിച്ചിട്ട് കാഴ്ച കിട്ടിയില്ല എന്നല്ലേ പറഞ്ഞ? എന്നാ ഇതിനൊരു 5 മിനിറ്റ് മാത്രമാണ് നിനക്ക് സമയമുള്ളത്. ഞാനതാ ഖാജാന്റെ ഹളറത്തിലേക്ക് ചെല്ലുകയാണ്, അകത്ത് കിടക്കുകയാണ്. സിയാറത്ത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോ നിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കണം. ഒരു വേള നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും കേട്ടോ. കണ്ണും വേണ്ട നിനക്ക്, തലയും വേണ്ട എന്ന് പറഞ്ഞിട്ടതാ ഔറംഗസീബ് ചക്രവർത്തി ഖാജാന്റെ മഖാമിലേക്ക് കയറുകയാ. ഇയാളുടെ മട്ടും ഭാവവും മാറി. ആരുടെ 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 കുറുടന്റെ പഠിക്കണം, ഓർമ്മിക്കണം. വെറുതെ കേട്ടു പോയാ പോരാ. ഞങ്ങൾക്ക് എന്ത് ദിവസത്തെ ഓരോ ബർക്കത്തൊന്നും കൊണ്ട് കിട്ടാൻ ഞങ്ങൾ ഇറച്ചി കൊടുത്തു, തേങ്ങ കൊടുത്തു, മാങ്ങ കൊടുത്തു, എല്ലാ ദിവസവും ഞങ്ങൾ എന്ത് ശരിയാന്നല്ലോ. ശരിയാവാതിരിക്കാൻ കാരണം ഇതന്നെ. ശരിയാവും നോക്കിയത് കേട്ടോ. മഹാനായ ഔറംഗസീബ് ചക്രവർത്തി പറഞ്ഞു, കുറെ കാലമായിട്ട് ഇടുന്നുണ്ട്, കണ്ണെന്ന് കേട്ടല്ലാണ്ട് കണ്ണിന് കാഴ്ച കിട്ടില്ല. ഇല്ല എന്നൊരു കാര്യം ചെയ്യും, ഞാനിപ്പോ പോലീസ് സിയാറത്തിട്ട് വാദ്യോതിരി യാസീനൊരു 5-6 മിനിറ്റിൽ പുറത്തേക്ക് വരും. ആ വരുന്നതിന്റെ ഇടയിൽ നിന്റെ കാഴ്ച കിട്ടും. കിട്ടിയില്ലെങ്കിൽ കണ്ണു പോയിട്ട് നിന്റെ തല പോലും ഉണ്ടാവില്ല. മര്യാദയ്ക്ക് തല പോലും. ഇത് പറഞ്ഞിട്ട് രാജാവ് കയറി. കയറിയപ്പോ ഇയാൾക്ക് മാറി. ഇയാളെ കണ്ണും കൽബും കണ്ണും കൽബും കാതും എല്ലാം ഖാജന്നെ. ഇയാള് എല്ലാം ഖാജ, എല്ലാം മറന്നു, ലോകം മറന്നു, പരിസരം മറന്നു, എല്ലാം മറന്നിട്ടതാ ഖാജയോട് ചോദിച്ചു, ഖാജ കണ്ണിന് കാഴ്ചയില്ല, ഖാജ കാഴ്ച തരണേ, ഖാജ കാഴ്ച തരണേ. അല്ലാഹ് തന്ന കഴിവ് നിങ്ങൾക്ക് അപാരമല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ മഹാനരല്ലേ, കാഴ്ച തരണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദുആരുന്നപ്പോ സുബ്ഹാനല്ലാഹ് ഇയാളെ കാഴ്ച തിരിച്ചു കിട്ടുന്നു. 2 കണ്ണും ക്ലിയർ ആവുന്നു, അന്ധത മാറുന്നു. രാജാവ് പുറത്തു വന്നിട്ട് ഔറംഗസേബ് രാജാവ് നോക്കുമ്പോ ഇയാളതാ റെഡിയാണ്. 2 കണ്ണിന്റെ കാഴ്ചയും ശരിയാണ്, എല്ലാം ക്ലിയർ ആണ്. അന്ധതയില്ല, അന്ധത്വമില്ല, കുരുടത്വമില്ല, എല്ലാം ക്ലിയർ ആയിട്ട് കണ്ടപ്പോ മഹാനായ ഔറംഗസേബ് ചക്രവർത്തി അയാളോട് പറഞ്ഞു, ഈ കാഴ്ച നിനക്ക് എപ്പോഴേ കിട്ടേണ്ടതായിരുന്നു. ഈ കാഴ്ച എപ്പോഴേ കിട്ടേണ്ടതായിരുന്നു. കിട്ടാത്തത് എന്തറിയോ? ഇപ്പൊ കിട്ടിയത് എങ്ങനെ അറിയോ? കിട്ടാതിരിക്കാൻ കാരണം നീ വെറുതെ ഖാജ എന്നിങ്ങനെ പാടിയതല്ലാതെ മുമ്പിൽ വലിയൊരു മുസല്ല വിരിച്ചിനെ മനുഷ്യന്മാരെ കാശായിരുന്നു നീ കണ്ടത്. പൈസ വെറുതെ എപ്പോഴും അങ്ങനെ ഖാജ എന്നായിക്കൊണ്ടിരുന്നെങ്കിൽ വെറുതെ ഒരു അഭിനയം. ഉദ്ദേശം കണ്ണല്ല, പിന്നെ ഇടുന്ന കാശ്. രാജാവ് ഇത് പറഞ്ഞിട്ട് അവ കാശുമില്ല കൂശുമില്ല, ഖാജന്നെ. പിന്നെ ഇയാളെല്ലാം മറന്നു, എല്ലാം ഖാജന്നായി. 100% ഖാജക്കായപ്പോ ഖാജ ഉത്തരം ചെയ്തു. ഖാജാന്റെ റിയാക്ഷൻ ഉണ്ടായി. ശരിക്കും അങ്ങ് കണക്ട് ആയപ്പോ റേഞ്ച് ഫുള്ളായി. ഫസ്റ്റ് പൈസ, ഓൺലി പൈസ. നമ്മളും ബന്ധപ്പെടും പോലെ ബന്ധപ്പെട്ടില്ലല്ലോ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങള് തമിഴ്നാടിന്റെ മണ്ണിൽ കിടക്കുന്ന മഹാനായ ഇർവാടി സുൽത്താൻ ഷാഹുൽ ഹമീദ് നാഗൂർ, അതല്ലെങ്കിൽ മഹാനായ തബീബുൽ ആലം മുത്തുപേട്ട റളിയല്ലാഹു അൻഹു ദാവൂദുൽ ഹക്കീം, ഈ 2ൽ ഒരു മഹാനരുടെ സിയാറത്തിന് പോവുകയാണ്. ഈ 2ൽ ഒരാൾ എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ഓർമ്മ കൃത്യമല്ല ഏത് ദർഗയാണെന്ന്.
ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം കാണാം, ഒരുപാട് ചരിത്ര കിതാബുകളിൽ ഈ സംഭവം കാണാം. ഞാൻ ഈ പറയുന്ന ഈ സംഭവം ഒരുപാട് മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം. പക്ഷേ ആരാണ് ആ മഹാൻ എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തത് കൊണ്ടാ അങ്ങനെ പറഞ്ഞ്. 1.5 കിലോ ദാവൂദുൽ ഹക്കീം തങ്ങളെ ദർഗ, അതല്ലെങ്കിൽ ഷാഉൽ ഹമീദ് തങ്ങളെ നാഗൂർ ദർഗ, ആരുമാകട്ടെ ആ മഹാനരുടെ ചാരത്തേക്ക് ശംസുൽ ഉലമ തങ്ങൾ ശിഷ്യന്മാരോടൊപ്പം സിയാറത്തിന് ചെന്നു. സിയാറത്ത് ചെയ്തിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ശംസുൽ ഉലമ പുറത്തിറങ്ങുന്നു. പുറത്തിറങ്ങുന്ന സമയത്ത് അതാ ഒരുമ്മ 8-9 വയസ്സുള്ളവരാണ് കിടാവിനെയും പിടിച്ചിട്ട് ശംസുൽ ഉലമാന്റെ മുന്നിലേക്ക് വരികയാ. പരിശുദ്ധമായ ദർഗയിൽ നിന്ന് ശംസുൽ ഉലമ തങ്ങളെ പുറത്തിറങ്ങുമ്പോ തമിഴത്തിയാണ് ആ ഉമ്മ, മലയാളിയല്ല. 7ലേറെ ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. 7ലേറെ ഗ്രന്ഥങ്ങളിൽ, ആ ഗ്രന്ഥങ്ങൾ മുഴുവനും എന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ സ്ഥലം ഇപ്പൊ എനിക്ക് മറന്നുപോയി, ഏത് ദർഗയാണെന്നത് മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 1.5 കിലോ ദാവൂദുൽ ഹക്കീം തങ്ങളെ ദർഗ, മുത്തുപേട്ട ദർഗ, അതല്ലെങ്കിൽ ഷാഉൽ ഹമീദ് നാഗൂർ തങ്ങളെ നാഗൂർ ദർഗ. ഈ ദർഗയിൽ നിന്നിട്ട് ശംസുൽ ഉലമ സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ അവിടെ അതാ ഒരു കുന്തം ചാരി നിൽക്കുകയാണ്. ഒരു ഉമ്മ 8-9 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ചേർത്ത് പിടിച്ച ശംസുൽ ഉലമ തങ്ങള് പുറത്തിറങ്ങുമ്പോ ആ ഉമ്മ കരുതി ഇത് ചെറിയ ആളല്ല, ഇത് ചെറിയ ആളല്ല. ആ മഹാന്റെ സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആ മഹാൻ, ഈ മഹാൻ ആ വലിയ മഹാന്റെ സിയാറത്ത്